കഥ തുടരുന്നു. പ്രതീക്ഷയോടെ ചെറുക്കണ്ട ദിനേശൻ ലക്ഷ്മണൻ്റെ മുഖത്തേക്ക് കണ്ണു നട്ടു. എന്താ സാറേ ഇങ്ങനെ വിയർക്കുന്നത്? ജയിൽ സൂപ്രണ്ടിൻ്റെ മുഖത്ത് പെട്ടെന്ന് ഗൗരവം വന്നു. നിങ്ങൾ ഈ പറഞ്ഞതൊന്നും നടക്കുന്ന കാര്യമല്ല ദിനേശ. അതെന്താ? ലക്ഷ്മണൻ്റെ മുഖം മുറുകി. ജയിൽ മതിൽ JCB കൊണ്ട് തകർക്കുക, നിങ്ങൾ വിചാരിക്കുന്ന കുറ്റവാളികൾ രക്ഷപ്പെടുക. നടക്കില്ല. അതെന്താ സാറേ? JCB കൊണ്ട് തള്ളിയാൽ മതിൽ തകരില്ലേ? 10-ൽ താഴെ മാത്രം ഉദ്യോഗസ്ഥരുള്ള നിങ്ങൾക്ക് ആ സമയത്ത് എന്ത് ചെയ്യാനാവും? ദിനേശൻ്റെ ശബ്ദത്തിൽ പരിഹാസം തിങ്ങി. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. മതിൽ തകർക്കാൻ വലിയ പ്രയാസമുണ്ടാവില്ല. പക്ഷേ ഞാൻ സമ്മതിക്കില്ല. ഇവിടെ സൂപ്രണ്ടായ ഞാനുള്ളിടത്തോളം കാലം. ലക്ഷ്മണൻ തീർത്തു പറഞ്ഞു. ദിനേശൻ്റെ ഭാവവും മാറി. എനിക്കൊരു ആവശ്യം വന്നപ്പോൾ നിങ്ങൾ സഹകരിച്ചില്ലെങ്കിൽ നിങ്ങളെയും എനിക്ക് ശത്രുപക്ഷത്ത് നിർത്തേണ്ടി വരും. ഭീഷണി അല്ലേ? അടുത്ത നിമിഷം കസേര പിന്നോട്ട് തള്ളി ലക്ഷ്മണൻ ചാടി എഴുന്നേറ്റു. എഴുന്നേൽക്കടാ. ആ ഭാവമാറ്റത്തിന് മുന്നിൽ പതറിപ്പോയി ദിനേശൻ അറിയാതെ എഴുന്നേറ്റു. നോക്ക്. കടപ്പല്ല അമർത്തിക്കൊണ്ട് ലക്ഷ്മണൻ കൈ ചൂണ്ടി. തൻ്റെ ചെൽപ്പടിക്ക് നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ഉണ്ടാവും. താൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സൊന്ന് പതറിയെന്ന് നേര്. ഇതിനുള്ളിൽ തനിക്ക് എന്തെങ്കിലും സഹായമെന്നേ ഞാൻ കരുതിയുള്ളൂ. പക്ഷേ ദിനേശ, തൻ്റെ പണവും സ്വാധീനവും എന്നോട് വേണ്ട. ഈ നിമിഷം മുതൽ താൻ പ്രത്യേക നിരീക്ഷണത്തിലായിരിക്കും. ലക്ഷ്മണൻ മീശയിലൊന്ന് തടവി. ദിനേശൻ്റെ മുഖം ചുവന്നു. നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരും. പുല്ല്. ഒറ്റ കുതിപ്പിൽ സൂപ്രണ്ട് ദിനേശൻ്റെ കുപ്പായത്തിൽ കുത്തിപ്പിടിച്ചുയർത്തി. നിന്റെ ഭാഗത്തു നിന്ന് എനിക്കെതിരെ എന്തെങ്കിലും ഒരു നീക്കം ഉണ്ടായാൽ അന്ന് നിന്നെ ഞാൻ ചോര തുപ്പിക്കും. പോലീസിൻ്റെ കാടൻ മുറകൾ പ്രയോഗിക്കാൻ നീ എന്നെ നിർബന്ധിക്കരുത്. അയാൾ ദിനേശനെ പിന്നോട്ട് തള്ളി. ദിനേശൻ ചെന്ന് ഹാഫ് ഡോറിലിടിച്ച് പുറത്തേക്ക് വീണു. 2 ഗാർഡുകൾ ഓടി വന്നു. കൊണ്ടുപോയവനെ ഒറ്റയ്ക്ക് ഒരു സെല്ലിലടക്കി. ഞാൻ പറഞ്ഞിട്ട് പച്ചവെള്ളം പോലും കൊടുത്താൽ മതി. ഗാർഡുകൾ ദിനേശനെ വലിച്ചു പൊക്കി കുതിരിക്കൊണ്ട് അയാൾ അലറി. ലക്ഷ്മണ, നിന്റെ കുട്ടികൾ ഏത് സ്കൂളിലാണെന്നും ഭാര്യ എവിടെ എപ്പോഴൊക്കെ പോകുമെന്നും എൻ്റെ ആളുകൾ സ്കെച്ച് ചെയ്തു കഴിഞ്ഞു. ലക്ഷ്മണൻ ഒരിക്കൽ കൂടി മുന്നോട്ട് കുതിച്ചു. പടക്കം പൊട്ടുന്ന ഒച്ചയിൽ ദിനേശൻ്റെ കവിളടക്കം അടിവീണു. ദിനേശൻ വട്ടം കറങ്ങിപ്പോയി. ലക്ഷ്മണൻ്റെ കടിച്ചു പിടിച്ച പല്ലുകൾക്കിടയിലൂടെ വാക്കുകൾ പുറത്തു ചാടി. നിനക്കുമുണ്ടല്ലോ കുടുംബം. നീ എന്നോട് കളിച്ചാൽ ജയിലിൽ പോലും കേട്ടില്ല ഞാൻ. ഒന്നോടെ കത്തിക്കും പച്ചയ്ക്ക്, ഓർത്തോ. ഗാർഡുകൾ ദിനേശനെ വലിച്ചഴിച്ചു കൊണ്ടുപോയി. വെളിയം. ഹെഡ് കോൺസ്റ്റബിൾ അശോകൻ സ്റ്റേഷനിലേക്ക് പോകുവാൻ ബൈക്കിൽ കയറുന്ന നേരത്ത് സെൽഫോൺ ഇരമ്പി. അയാൾ അതെടുത്ത് നോക്കി. CI ഇർഫാൻ മുഹമ്മദ്. സാർ. അയാൾ സന്തോഷത്തോടെ അറ്റൻഡ് ചെയ്തു. അശോകൻ എവിടെയാ? ഇർഫാൻ്റെ ചോദ്യം കേട്ടു. സാർ, സ്റ്റേഷനിലേക്ക് പോകാൻ ഇറങ്ങിയതാ. താൻ വിളിച്ചിരുന്നു അല്ലേ? ഞാൻ ഇപ്പോഴാണ് മിസ്ഡ് കോൾ കണ്ടത്. സാർ, വിളിച്ചതൊരു കാര്യം പറയാനാ. നമ്മുടെ ചന്ദ്രശേഖരൻ സാറിൻ്റെ വീട്ടിലെ അത് ശശാങ്കനും മറ്റും കയ്യേറി. എന്തിന്? കള്ളമാറ്റോ സ്പിരിറ്റ് മിക്സിങ്ങോ യൂണിറ്റോ മറ്റോ ആക്കാനാണ് പരിപാടി. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം CI ചക്രപാണി സാറ് കൂടി അറിഞ്ഞുകൊണ്ടുള്ള കളിയാണ്. അപ്പുറത്ത് ഒരു നിമിഷത്തെ മൗനം. അശോകൻ തുടർന്നു. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇപ്പോൾ ആ വീടും പറമ്പും ഐസ് തമ്പിയുടെ പേരിലാണ്. ഫോണിലൂടെ തന്നെ ഇർഫാൻ മുഹമ്മദിൻ്റെ ഞെട്ടൽ അശോകൻ തിരിച്ചറിഞ്ഞു. അതെങ്ങനെ? സബ് രജിസ്ട്രാർ ഓഫീസിൽ തിരിമറി നടന്നിരിക്കും. ശേഖരൻ സാർ മരിച്ചു കഴിഞ്ഞിട്ട് അവർ തമ്പ് ഇംപ്രഷൻ എടുത്തിട്ടുണ്ടെങ്കിലോ? സാധ്യതയുണ്ട്. ഏതായാലും താൻ ആ വിവരമൊന്നും തിരക്കിയിട്ട് എത്രയും വേഗം എന്നെ അറിയിക്കണം. ശരി സാർ. കോൾ കട്ട് ചെയ്തിട്ട് അശോകൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. പൂയപ്പള്ളി പോലീസ് സ്റ്റേഷൻ. അശോകൻ അവിടെ എത്തിയപ്പോൾ റൈറ്റർ പറഞ്ഞു. തന്നെ ആരോ 2 തവണ വിളിച്ചിരുന്നു. ആരാ? അശോകൻ്റെ നെറ്റി ചുളിഞ്ഞു. തൻ്റെ ഫോണിലേക്ക് വിളിക്കാതെ ലാൻഡ് ഫോണിൽ വിളിക്കണമെങ്കിൽ? ആ ക്ഷണം വീണ്ടും സ്റ്റേഷനിലെ ഫോൺ റിങ് ചെയ്തു. അറ്റൻഡ് ചെയ്തിട്ട് റൈറ്റർ റിസീവർ നീട്ടി. സംശയത്തോടെ അശോകൻ റിസീവർ വാങ്ങി കാതിൽ ചേർത്തു. ആരാണ്? അശോക, ഇങ്ങോട്ടൊന്നും സംസാരിക്കണ്ട. ഞാൻ സൈബറിലെ ഡേവിഡാ. അശോകൻ്റെ കാതുകൾ ജാഗരൂകമായി. ഡേവിഡിനെ അയാൾക്കറിയാം. ചന്ദ്രശേഖരൻ സാറിൻ്റെ സുഹൃത്തായിരുന്നു. അപ്പുറത്തുനിന്ന് പതിഞ്ഞ ശബ്ദത്തിൽ ഡേവിഡ് സംസാരിച്ചു. തൻ്റെ സെൽഫോൺ ടാപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ലാൻഡ് ഫോണിൽ വിളിച്ചത്. അശോകൻ അമ്പരന്നു. ഡേവിഡ് തുടർന്നു. ശേഖർ സാറിൻ്റെ മക്കൾ തന്നെ സെൽഫോണിലൂടെ ബന്ധപ്പെടുന്നുണ്ടോ എന്നറിയാൻ CI ചക്രപാണി സാറിൻ്റെ നിർദ്ദേശാനുസരണമാണ് തനിക്ക് വരുന്ന കോളുകൾ പരിശോധിക്കുന്നത്. താൻ ശ്രദ്ധിക്കണം. ചക്രപാണി സാറിന് പിന്നിൽ ഓടനവട്ട ശശാങ്കനാണെന്ന് അറിയാമല്ലോ. ആരെങ്കിലും ശേഖർ സാറിൻ്റെ മക്കളെ കൂടി തന്നോട് തിരക്കിയാൽ പോലും ഒന്നും വിട്ടു പറഞ്ഞേക്കരുത്. ആ പിള്ളേർക്ക് മാത്രമല്ല, അത് തനിക്കും ആപത്താ. അശോകൻ മുഖത്ത് പ്രസന്നത വരുത്തി മൂളി കേട്ടുകൊണ്ടിരുന്നു. കാരണം റൈറ്റർ ഇടയ്ക്കിടെ അയാളെ നോക്കുന്നുണ്ട്. ശേഖരൻ സാറിനെ വധിക്കാൻ പോലും ധൈര്യമുള്ളവർ ഈ നാട്ടിലുണ്ടായപ്പോൾ നമ്മുടെയൊക്കെ കാര്യം പറയാനുണ്ടോ? തൻ്റെ സ്റ്റേഷനിലും ശശാങ്കൻ്റെ ശമ്പളം പറ്റുന്നവരുണ്ട്.
അറിയാം, ഞാനൊന്ന് നോക്കട്ടെ. ചിരിച്ചുകൊണ്ട് അത്രയും പറഞ്ഞിട്ട് അശോകൻ റിസീവർ ക്രാഡിലിൽ അമർത്തി. അപ്പോൾ അയാളുടെ മനസ്സിൽ അല്പം മുമ്പ് ഇർഫാൻ മുഹമ്മദ് പറഞ്ഞ കാര്യം തെളിഞ്ഞു. താൻ പറഞ്ഞതൊക്കെ ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ. റൈറ്ററുടെ ശബ്ദം അശോകനെ ഉണർത്തി. എന്തോ കോളാണെന്ന് തോന്നല്ലോ അശോക. അതെ, അയാൾ ചിരിക്കാൻ ശ്രമിച്ചു. ഒന്നും പറയണ്ടടോ, എൻ്റെ ഒരു പഴയ സുഹൃത്ത് ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇന്ന് വൈകിട്ടൊന്ന് കൂടണമെന്ന് അവന് നിർബന്ധം. അവൻ എൻ്റെ സെൽ നമ്പർ മാറിയ വിവരം അറിയില്ലായിരുന്നു. അവനിപ്പോൾ കുണ്ടറയിലെ താമസം. വീട് അറിയാമോന്ന് ചോദിക്കുമായിരുന്നു. തൻ്റെയൊക്കെ ഒരു യോഗം. നല്ല സ്കോച്ചായിരിക്കും കൊണ്ടുവന്നിരിക്കുന്നത്, റൈറ്റർ ദീർഘമായി നിശ്വസിച്ചു. പിന്നല്ലാതെ, അശോകൻ തലയാട്ടി. അപ്പോൾ തന്നെ അയാൾ അവിടെ നിന്നിറങ്ങി. വെളിയത്തെ ഒരു കോയിൻ ബൂത്തിൽ നിന്ന് CI ഇർഫാൻ മുഹമ്മദിനെ വിളിച്ച് വിവരം പറഞ്ഞു. താൻ നേരത്തെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൂടി ഒന്ന് അന്വേഷിച്ചിട്ട് ഇന്ന് തന്നെ വിളിക്കണം. പിന്നെ ഈ വിവരം ചക്രപാണിയും മറ്റും അറിഞ്ഞെങ്കിൽ തൻ്റെ ഓരോ നീക്കവും അവർ ശ്രദ്ധിക്കും. അറിയാം സാർ. അയാൾ കോൾ കട്ട് ചെയ്തിട്ട് വില്ലേജ് ഓഫീസിലുള്ള പരിചയക്കാരനെ വിളിച്ച് കാര്യം തിരക്കുവാൻ ഏൽപ്പിച്ചു. അപ്പോൾ ക്രഷർ യൂണിറ്റിലുണ്ടായിരുന്നു ഓടനവട്ട ശശാങ്കനും ഐസ് തമ്പിയും. പാറ പൊട്ടിക്കുന്നതിൻ്റെ കർണകഠോരമായ ശബ്ദത്തിനിടയിൽ ശശാങ്കൻ്റെ ശബ്ദം ചിതറി വീണു. തമ്പി, ആ വസ്തുവിൻ്റെ കാര്യം 2 ദിവസത്തിനുള്ളിൽ ശരിയാകും. നിന്റെ പേരിൽ കൂട്ടി കരമടിച്ച രസീത് ഇവിടെ എത്തും. താലൂക്ക് ഓഫീസിലും വില്ലേജിനുമൊക്കെ അതിനു വേണ്ടത് ഞാൻ ചെയ്തിട്ടുണ്ട്. തമ്പിയുടെ മുഖം തെളിഞ്ഞു. ശേഖരൻ സാറിൻ്റെ ഒപ്പ് അതുപോലെ ഫോളോ ചെയ്യാൻ പ്രകാശ് ചന്ദ്രന് കഴിഞ്ഞതുകൊണ്ടും സബ് രജിസ്ട്രാർ നമ്മുടെ ആളായതും ഭാഗ്യം. പിന്നെ തമ്പും ബ്രഷൻ, അത് ശേഖരൻ സാറിൻ്റെതല്ലെന്ന് തെളിയിക്കാൻ ആരെങ്കിലും വന്നിട്ട് വേണ്ടേ? തമ്പി ചോദിച്ചു. എന്നാലും ആ തള്ളയും പിള്ളേരും എവിടെ പോയിരിക്കും? അതാണ് അവർക്ക് മനസ്സിലാകാത്തത്. ഓഫീസിന് മുന്നിലൂടെ മെറ്റൽ നിറച്ച 2 ടോറസ് ലോറികൾ പാഞ്ഞുപോയി. ഏതാനും നിമിഷത്തേക്ക് അവിടം പൊടികൊണ്ട് നിറഞ്ഞു. ബോട്ടിലിംഗ് മെഷീൻ എന്ന് കിട്ടും മുതലാളി? തമ്പിക്ക് അതറിയാനായിരുന്നു തിടുക്കം. സ്പിരിറ്റ് വന്നിട്ട് മതിയല്ലോ അത്. അപ്പോഴേക്കും വിവിധ ബ്രാൻഡുകളിലുള്ള വിദേശ മദ്യങ്ങളുടെ ലേബലുകളും പ്രിന്റ് ചെയ്ത് കിട്ടും. ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിലേക്ക് നമ്മുടെ ആളുകളെ നിയമിക്കാനുള്ള നടപടിയും ആരംഭിച്ചു കഴിഞ്ഞു. 4 ദിവസത്തിനുള്ളിൽ നമ്മുടെ മദ്യം ജനം കുടിച്ചു തുടങ്ങും. എല്ലാം തനിക്കു വേണ്ടിയാണെന്ന് ശശാങ്കൻ പറഞ്ഞിരിക്കുന്നത്. താനൊരു വലിയ മുതലാളിയാകുന്നതിൻ്റെ സ്വപ്നത്തിലാണ് തമ്പിയും. അടുത്ത നിമിഷം ശശാങ്കൻ്റെ ഫോണിലേക്ക് ചക്രപാണിയുടെ കോൾ വന്നു. പുതിയ ബിസിനസ്സിൻ്റെയും ലാഭവിഹിതം തിരക്കാനായിരുന്നു നാരി വിളിക്കുന്നത്. പിറുപിറുത്തുകൊണ്ട് ശശാങ്കൻ അറ്റൻഡ് ചെയ്തു. അപ്പുറത്തു നിന്ന് പറയുന്നതിനനുസരിച്ച് അയാളുടെ മുഖത്ത് ആഹ്ലാദത്തിൻ്റെ മിന്നൽ തമ്പി കണ്ടു. ശരി, എങ്കിൽ താനുടനെ ഇങ്ങോട്ട് പോരെ. അത്രമാത്രം പറഞ്ഞിട്ട് ശശാങ്കൻ ഫോൺ മേശപ്പുറത്തേക്കിട്ടു. എന്താ മുതലാളി? തമ്പിക്ക് കാര്യമറിയാൻ തിടുക്കമായി. എടാ, ആ കാവേരിയും മക്കളും എവിടെയുണ്ടെന്ന് ഇന്ന് രാത്രിയിൽ നമ്മൾ അറിഞ്ഞിരിക്കും. എങ്ങനെ? തമ്പി ചാടി എഴുന്നേറ്റു. CI ഇർഫാൻ മുഹമ്മദ് എന്നൊരാളുണ്ട്, ചന്ദ്രശേഖരൻ്റെ കൂട്ടുകാരൻ. ഞാൻ പണ്ട് അവനുമായിട്ടൊന്നും മുട്ടിയതാ. അവന് ചെറിയൊരു ശിക്ഷയും കൊടുത്തിട്ടുണ്ട്. ആ ഓർമ്മയിൽ ശശാങ്കൻ്റെ മുഖത്തൊരു പുഞ്ചിരിയുണ്ടായി. ഇന്ന് ഹെഡ് കോൺസ്റ്റബിൾ അശോകൻ വസ്തു കൈമാറ്റത്തെക്കുറിച്ച് അയാളുമായി ഫോണിൽ സംസാരിച്ചു. എന്താ അതിൻ്റെ അർത്ഥം? എന്താ? തമ്പി ശശാങ്കനെ സൂക്ഷിച്ചു നോക്കി. എടാ, കാവേരിയും മക്കളും എവിടെയുണ്ടെന്ന് ഇർഫാൻ മുഹമ്മദിനറിയാം. ഒരുപക്ഷെ അശോകനും. ഇർഫാൻ ഇപ്പോൾ കോഴിക്കോട്ടാണ്, പേരാമ്പ്രയിൽ. അപ്പോൾ ഉറപ്പാ മുതലാളി, ചന്ദ്രശേഖരൻ്റെ കുടുംബവും കോഴിക്കോട് ഭാഗത്താണല്ലോ. തമ്പിക്ക് ആവേശമായി. ഇന്ന് രാത്രിയിൽ നമ്മളെല്ലാം അറിഞ്ഞിരിക്കും. തമ്പി കൈകളൊന്ന് വീശിക്കുടഞ്ഞു. വൈകിട്ട് 4 മണി. മുറ്റത്തൊരു നെറ്റ് കെട്ടി ഷട്ടിൽ കളിക്കുകയാണ് ധനുഷും ഋഷികേശും. കാഴ്ചക്കാരായി കാവേരിയും കുസുമവും പ്രത്യക്ഷയും ദക്ഷിണയുമുണ്ട്. പെട്ടെന്നൊരു പോലീസ് ജീപ്പ് ഇരുമ്പിക്കയറി വന്ന് ബ്രേക്കിട്ടു. എല്ലാവരും തിരിഞ്ഞു നോക്കി. CI ഇർഫാൻ മുഹമ്മദ്. കളി നിർത്തി അവർ അയാളെ വീടിനുള്ളിലേക്ക് ക്ഷണിച്ചു. കാവേരി എല്ലാവർക്കും ചായ നൽകി. പിന്നീടാണ് CI സംസാരിച്ചത്. നിങ്ങളെ എവിടെയെന്ന് ഒരുപക്ഷെ ഓടനവട്ട ശശാങ്കനും മറ്റും സൂചന കിട്ടിയിട്ടുണ്ടാവും. സകലരും കിടുങ്ങിപ്പോയി. ഇർഫാൻ മുഹമ്മദ് അശോകനിൽ നിന്ന് അറിഞ്ഞ കാര്യങ്ങൾ മുഴുവൻ അവരോട് പറഞ്ഞു. ഒരു നിമിഷത്തേക്ക് ആർക്കും മിണ്ടാനായില്ല. അതെങ്ങനെ നടക്കും സാർ? ഞങ്ങളുടെ വസ്തു മറ്റൊരാളുടെ പേരിൽ? ധനുഷ് വീറോടെ തിരക്കി. ഇത് കേരളമല്ലേ ധനുഷേ? ഇർഫാൻ്റെ ശബ്ദത്തിൽ പുച്ഛവും പരിഹാസവും തിങ്ങി. ഭൂമി തട്ടിപ്പ് കേസിൽ മന്ത്രിമാരുടെ ഗൺമാന്മാർ അടക്കം ഇപ്പോഴും കോടതി കയറിയിറങ്ങുന്നത് അറിയില്ലേ? ഞങ്ങളുടെ അച്ഛൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാ സാറേ ആ വീടും പുരയിടവും. അത് ഏതവൻ കയ്യേറിയാലും വിടില്ല ഞങ്ങൾ. ധനുഷിനും വാശിയായി. വിടണമെന്ന് ഞാനും പറഞ്ഞില്ലല്ലോ. CI എഴുന്നേറ്റു. വാ പറയട്ടെ. അയാൾ ധനുഷിനെയും ഋഷികേശിനെയും കൂട്ടി പുറത്തേക്ക് നടന്നു. കാവേരിയുടെയും ദക്ഷിണയുടെയും അമ്പരപ്പ് അപ്പോഴും മാറിയിട്ടില്ല. കുസുമാവും പ്രത്യക്ഷയും അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. മുറ്റത്തിൻ്റെ കോണിലേക്ക് നീങ്ങി നിന്ന് തറയിൽ കിടന്നിരുന്ന ഒരു പഴയ ഷട്ടിൽ കോക്ക് എടുത്ത് വെറുതെ കയ്യിൽ വെച്ച് തിരിച്ചുകൊണ്ട് CI സംസാരിച്ചു. ശശാങ്കൻ്റെ മറ്റു നീക്കങ്ങൾ അശോകൻ ശ്രദ്ധിക്കും. ഇനി അശോകൻ്റെ ഒരേയൊരു ഫോൺ കോളിന് കാത്തിരിക്കുകയാണ് ഞാൻ. അത് കിട്ടിയാലുടൻ നിങ്ങളിവിടെ നിന്ന് മാറേണ്ടി വരും. കാരണം അവർ നിങ്ങളെ തേടി വരാതിരിക്കില്ല.
CA ഷട്ടിൽ ജാതിത്തോട്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ഇറങ്ങ ഇങ്ങ് വരട്ടെ, കൊല്ലും ഞാൻ. ധനുഷിൻ്റെ ഭാവം മാറി. നിനക്കിപ്പോൾ എത്ര വയസ്സുണ്ട്? CA അവൻ്റെ കണ്ണുകളിലേക്ക് നോട്ടം നട്ടു. 17 കഴിഞ്ഞു. നല്ലത്. മനസ്സിലായില്ല സാർ. ധനുഷ് ഋഷികേശം പുരികം ചുളിച്ചു. പോലീസ് ഉദ്യോഗസ്ഥനായ ഞാനിത് പറഞ്ഞു തരാൻ പാടില്ലാത്തതാണ്. 18 വയസ്സായിട്ടില്ല എന്ന പേരിൽ എത്ര കൊടും കുട്ടി കുറ്റവാളികളാണ് നിയമത്തിൻ്റെ പഴുതിലൂടെ രക്ഷപ്പെട്ടിരിക്കുന്നതെന്ന് അറിയാമോ? പണ്ടെന്നോ വായിച്ച ബാറ്റൻ ബോസിൻ്റെ ഒരു നോവലിൽ പറഞ്ഞിരിക്കുന്നതാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. കൊടും തിന്മയെ നേടുന്നതിന് തിന്മയുടെ മാർഗം അവലംബിക്കുന്നതിൽ തെറ്റില്ല. കുട്ടികൾ അമ്പരപ്പോടും അതിലുപരി അത്ഭുതത്തോടും ഇർഫാൻ്റെ വാക്കുകൾ കേട്ടുനിന്നു. അയാൾ തുടർന്നു. ശേഖരേട്ടൻ്റെ മരണത്തെക്കുറിച്ചുള്ള എല്ലാ എവിഡൻസും നിങ്ങളുടെ പക്കലുണ്ടെങ്കിലും കുറ്റവാളികളെ നിയമത്തിന് മുന്നിലേക്ക് അയച്ചിട്ട് കാര്യമില്ലെന്ന് ഞാനടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാം. എത്ര ക്രൂരനായ കുറ്റവാളിക്ക് വധശിക്ഷ വിധിച്ചാൽ പോലും അതിനെതിരെ മുറവിളി കൂട്ടുന്നവരുടെ രാജ്യമാണിത്. പ്രധാനമന്ത്രിയെ കൊന്നവർ പോലും ജയിലിൽ സുഖവാസം നടത്തുന്നു. സ്വന്തം മകളെ പീഡിപ്പിച്ചവനെ വെടിവെച്ച് കൊന്ന ധീരൻ്റെ കൂടെ തന്നെയാണ് ജനമനസ്സ്. അത്തരമൊരു ശുദ്ധീകരണമാണ് ഇവിടെ വേണ്ടതും നിങ്ങൾ നടത്തേണ്ടതും. പ്രായത്തിൽ കവിഞ്ഞ ബുദ്ധിയും ശക്തിയുമുള്ള നിങ്ങളോട് എനിക്ക് ഇതിൽ കൂടുതൽ പറയേണ്ട കാര്യമില്ല. മനസ്സിലായ മട്ടിൽ ധനുഷും ഋഷികേശും തലയാട്ടി. ഞാൻ ഇവിടെയാണെങ്കിലും എൻ്റെ സഹായം നിങ്ങൾക്ക് എവിടെയും ഉണ്ടാവും. അശോകൻ വിളിച്ചാലുടൻ ഞാൻ വിവരം അറിയിക്കും. നിങ്ങൾ ഒരുങ്ങിയിരിക്കണം. ശരി സാർ. ഇർഫാൻ മുഹമ്മദ് മടങ്ങി. അയാൾ പറഞ്ഞ വാക്കുകൾക്കിടയിൽ തങ്ങൾക്ക് പൂരിപ്പിക്കാൻ ഒരുപാടുണ്ടെന്ന് ഇരുവർക്കും മനസ്സിലായി. എന്നാൽ അവിടെ നിന്ന് മാറേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ കാവേരിയുടെ മുഖം മ്ലാനമായി. ഇവിടെ നിന്ന് ഇനി എങ്ങോട്ട് പോകാനാടാ? ഓടാൻ തുടങ്ങിയാൽ ഓടിക്കൊണ്ടേ ഇരിക്കണ്ടേ? എല്ലാത്തിനും ഞങ്ങൾ മാർഗം കണ്ടിട്ടുണ്ടമ്മേ. ഋഷികേശ് അമ്മയുടെ തോളിൽ കൈവച്ചു. അമ്മയുടെ ഉള്ളിലെ പകയും ഞങ്ങൾക്കറിയാം. അമ്മയെ ഒരിക്കലും ഞങ്ങൾ നിരാശപ്പെടുത്തില്ല. അവൻ ചിരിച്ചു. ധനുഷും. രാത്രി 8 മണി. ഹെഡ് കോൺസ്റ്റബിൾ അശോകൻ വീട്ടിലേക്ക് മടങ്ങാൻ ഭാവിക്കുമ്പോൾ സ്റ്റേഷൻ മുറ്റത്തേക്കൊരു പോലീസ് ജീപ്പ് ഇരമ്പി വന്നു നിന്നു. അതിൽ നിന്ന് CA ചക്രപാണി ഇറങ്ങി. SI സ്ഥലത്തുണ്ടായിരുന്നില്ല. മറ്റുള്ളവർ അറ്റൻഷനായി. ചക്രപാണിയെ കണ്ടതേ അശോകൻ്റെ മുഖം വിളറി. എന്നാൽ ചക്രപാണിയിൽ പ്രത്യേകിച്ച് ഭാവമാറ്റമൊന്നുമില്ലായിരുന്നു. മാത്രമല്ല അയാൾ അശോകനോട് കുശലം ചോദിക്കുകയും ചെയ്തു. എന്താ അശോക, സുഖമാണോ? സർ, അതെ. താൻ ഇറങ്ങാൻ ഭാവിക്കുകയാണോ? അതെ സാർ. വന്നേ, ഒരു കാര്യം പറയട്ടെ. CI SIയുടെ ക്യാബിനിലേക്ക് കയറി. അശോകന് നെഞ്ചിടിപ്പേറി. അയാൾ ചക്രപാണിക്ക് പിന്നാലെ ചെന്നു. CI SIയുടെ കസേരയിലിരുന്നു. പിന്നെ എതിരെ കിടന്നിരുന്ന കസേരയിലേക്ക് കൈ ചൂണ്ടി. ഇരിക്കടോ. വേണ്ട സാർ, ഞാൻ നിന്നോളാം. ശരി, തൻ്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ. തൻ്റെ സുപ്പീരിയർ ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്കല്ലാതെ തന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ. താൻ ഏതു കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് വില്ലേജ് ഓഫീസിൽ ചില വസ്തു കൈമാറ്റത്തെക്കുറിച്ച് തിരക്കിയത്? അശോകന് ഉമിനീർ വറ്റിത്തിറങ്ങി. സാർ, അത് എനിക്കറിയാം. പഴയ SIയോടും കുടുംബത്തോടുമുള്ള സ്നേഹം, കടപ്പാട്, അനുകമ്പ അല്ലേ? അതൊക്കെ നല്ലതുമാണ്. പക്ഷേ എവിടെയെന്ന് അറിയാത്ത ഒരു കുടുംബത്തിന് വേണ്ടി ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് എന്താണോ കാര്യം? അശോകൻ്റെ തല കുനിഞ്ഞു. ചക്രപാണി ചോദിച്ചു വരുന്നത് എന്താണെന്ന് അയാൾക്ക് ബോധ്യമായി. അതോ തനിക്കറിയാമോ കാവേരി മക്കൾ എവിടെയുണ്ടെന്ന്? ഇല്ല സാർ, എനിക്കറിയില്ല. അയാൾ പെട്ടെന്ന് പറഞ്ഞു. അല്ല, ഇവിടെ ഒരാളുടെ കൈയും കാലുമൊക്കെ തല്ലിയൊടിച്ചിട്ടാണ് ആ പിള്ളേർ നാടുവിട്ടത്. അതുകൊണ്ട് ചോദിച്ചതാ. ചക്രപാണി ഗൂഢമായി മന്ദഹസിച്ചു. ആരുടേതാണ് സാർ? അങ്ങനെയൊരു കേസ് ഇവിടെ വന്നിട്ടില്ലല്ലോ. അശോകനും അജ്ഞത നടിച്ചു. അങ്ങനെ എല്ലാത്തിനും കേസുണ്ടായാൽ ഇവിടെ ഇപ്പോഴുള്ളതിൻ്റെ 100 ഇരട്ടി പോലീസും ജയിലുമൊക്കെ വേണ്ടി വരില്ലേടോ? രമ്യമായി പരിഹരിക്കാവുന്നത് അങ്ങനെ അങ്ങ് തീർക്കുന്നതല്ലേ നല്ലത്. അശോകൻ മിണ്ടിയില്ല. അങ്ങനെയല്ലേടോ? അതെ സാർ. ചക്രപാണി തലയാട്ടി. അപ്പോൾ രമ്യത കൊണ്ട് പ്രയോജനമില്ല. ഉറപ്പാണല്ലോ അല്ലേ? തനിക്ക് കാവേരി മക്കളും എവിടെയെന്ന് അറിയില്ലെന്ന്? അതെ സാർ. ശരി, പോയിക്കോ. ആ വാക്കുകളിൽ അശോകന് അപകടം മണത്തു. എത്രയും വേഗം വീട്ടിലെത്തണമെന്ന് അയാൾക്ക് തോന്നി. കാരണം SI രവീന്ദ്ര സാറിൻ്റെ അനുഭവം. അശോകൻ തിടുക്കത്തിൽ പിന്തിരിയാൻ ഭാവിക്കുമ്പോൾ പെട്ടെന്ന് ചക്രപാണിയുടെ ഫോണിലേക്ക് പ്രകാശ് ചന്ദ്രൻ്റെ കോൾ. താൻ നിന്നേ പറഞ്ഞിട്ട് കോൾ അറ്റൻഡ് ചെയ്തു. സാറേ. പ്രകാശ് ചന്ദ്രൻ്റെ പരിഭ്രമം നിറഞ്ഞ ശബ്ദം. ഞാൻ സാറിൻ്റെ ഫേസ്ബുക്കിലേക്കൊരു വീഡിയോ ക്ലിപ്പിംഗ് ലിങ്ക് എടുത്തയച്ചിട്ടുണ്ട്. പെട്ടെന്ന് നോക്ക്. കോൾ മുറിഞ്ഞു. അമ്പരപ്പോഴെ ചക്രപാണി തൻ്റെ സെൽഫോണിൽ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തു നോക്കി. നെറ്റിയിൽ ഒരു പാമ്പ് കുത്തിയതുപോലെ അയാൾ കിടുങ്ങി. പ്രകാശ് ചന്ദ്രൻ SI ചന്ദ്രശേഖരെ കുത്തുന്നതിൻ്റെ വീഡിയോ ക്ലിപ്പിംഗ്. അമ്പരപ്പും അവിശ്വസനീയതയും CI ചക്രപാണിയുടെ മുഖത്ത് മാറി മാറി മിന്നി. ചുളിഞ്ഞ നെറ്റിയോടെ അശോകൻ അത് നോക്കി നിന്നു. മാത്രമല്ല, ചക്രപാണി വല്ലാതെ വിയർത്ത് തുടങ്ങിയിരിക്കുന്നു. ഒരു വട്ടം കൂടി ചക്രപാണി ആ വീഡിയോ ക്ലിപ്പിംഗ് കണ്ടു. പ്രകാശ് ചന്ദ്രനും അയാൾക്ക് പിന്നിൽ സായക്കും ദ്രോണും വേറെ ചിലരും നിൽക്കുന്നതാണ് ചിത്രത്തിൽ. ചന്ദ്രശേഖറുമായുള്ള ആ നേരത്തെ സംഭാഷണവും കേൾക്കാം. എന്നാൽ ഓടനാവട്ട ശശാങ്കനെയോ ഐസ് തമ്പിയെയോ ഒന്നും കാണാനില്ല. അത്രയും ഭാഗം മാത്രം എഡിറ്റ് ചെയ്ത് ചേർത്തിരിക്കുകയാണെന്ന് അയാൾക്ക് മനസ്സിലായി. ഇതുപോലെ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളും ആരുടെയോ പക്കലുണ്ട്. അതൊരു പക്ഷേ ധനുഷിൻ്റെയും ഋഷികേശിൻ്റെയും കൈവശമാകാം. ഈ നേരത്തെ ആരാണിത് ഫേസ്ബുക്കിലിട്ടതെന്ന് അയാൾ പരിശോധിച്ചു. പ്രൊഫൈൽ പിക്ചറായി കൊടുത്തിരിക്കുന്നത് ഒരു വലിയ പോത്തിൻ്റെ തല. ആ തലയിൽ
കാലപാശം കണക്കെ ചുരുട്ടിയ കയർ കിടപ്പുണ്ട്. ഒരു നമ്പർ മാത്രമേയുള്ളൂ, പേരില്ല. അത് ഫേക്ക് അക്കൗണ്ടാണെന്ന് അയാൾക്ക് മനസ്സിലായി. വേവലാതിയോടെ ചക്രപാണി തല ഉയർത്തിയപ്പോൾ തന്നെ തുറച്ചു നോക്കി നിൽക്കുന്ന അശോകനെ കണ്ടു. എന്തിനാടോ ഇങ്ങനെ വായും പൊളിച്ച് നിൽക്കുന്നത്? ചക്രപാണിക്ക് ദേഷ്യം വന്നു. സാർ, നിൽക്കാൻ പറഞ്ഞിരുന്നു. അശോകൻ ചുണ്ടനക്കി. നിൽക്കണം, നിൽക്ക്. അത് പക്ഷെ പുറത്ത്, അയാൾക്ക് ചൂണ്ടി. ഞാൻ വിളിക്കുമ്പോൾ വന്നാൽ മതി. CI ഒന്നുകൂടി തുറച്ചു നോക്കിയിട്ട് അശോകൻ ഹാഫ് ഡോർ തുറന്ന് പുറത്തിറങ്ങി. മറ്റ് പോലീസുകാർ കാര്യം എന്താണെന്ന് ആംഗ്യരൂപത്തിൽ തിരക്കി. ഒന്നുമില്ലെന്ന് അശോകൻ കണ്ണടച്ചു കാണിച്ചു. ചക്രപാണി തിടുക്കത്തിൽ പ്രകാശ് ചന്ദ്രനെ വിളിച്ചു. ആദ്യ ബെല്ലിന് തന്നെ അവൻ അറ്റൻഡ് ചെയ്തു. ഇത് മറ്റാരെങ്കിലുമൊക്കെ കണ്ടു കാണില്ലേ പ്രകാശേ? കണ്ടു. അവൻ്റെ സ്വരത്തിൽ പരിഭ്രമം. ഇനി സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ അധിക നേരം വേണ്ടിവരില്ല. അതുകൊണ്ട് സാറ് പെട്ടെന്ന് സൈബർ സെല്ലിൽ വിളിച്ച് ഇത് ബ്ലോക്ക് ചെയ്യിക്കാം. ചക്രപാണി സമ്മതിച്ചു. പിന്നെ ചന്ദ്രശേഖരോട് കൂറുള്ള സുപ്പീരിയേഴ്സ് ഇപ്പോഴും ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. അവർ കാണാതിരുന്നാൽ മതിയായിരുന്നു. മാത്രമല്ല, മീഡിയക്കാരും ഇത് കണ്ടാൽ മിണ്ടാതിരിക്കില്ല. പോലീസിന് നിന്റെ പേരിൽ സ്വമേധയാ കേസെടുക്കേണ്ടി വരും. പ്രകാശ് ചന്ദ്രൻ ശരിക്കും പതറി തുടങ്ങി. ഞാൻ എന്ത് ചെയ്യണം സാറേ? തൽക്കാലം നീ പുറത്തേക്കൊന്നും ഇറങ്ങിക്കൂടാ. ഇന്നിനി ആരുമായും ഫോണിൽ ബന്ധപ്പെടുക പോലും അരുത്. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വച്ചേര്. ആര് ചോദിച്ചാലും നിന്നെ പറ്റിയൊന്നും അറിയില്ലെന്ന് പറഞ്ഞേക്കാൻ നിന്റെ മമ്മിയോട് പറ. മമ്മി? അവരങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേണമെങ്കിൽ എന്നെ ഒറ്റിക്കൊടുക്കാൻ ശ്രമിച്ചേക്കും, പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസത്തെ സംഭവം. ചക്രപാണി കടുപ്പിച്ചൊന്ന് മൂളി. കാര്യങ്ങളൊക്കെ ഒന്ന് നേരെയാക്കിയിട്ട് ഞാൻ അങ്ങോട്ട് വരാം, നീ വിഷമിക്കണ്ട. ചക്രപാണി പെട്ടെന്ന് കോൾ മുറിച്ചു. എന്നിട്ട് ഓടനവട്ടം ശശാങ്കനെ വിളിച്ച് വിവരം പറഞ്ഞു. എൻ്റെ ഫോട്ടോയൊന്നും അതിലില്ലല്ലോ സാറേ? ശശാങ്കൻ ഉദ്യോഗത്തോടെ തിരക്കി. ഇപ്പോഴില്ല, പക്ഷേ ഉണ്ടായേക്കാം. അതിനു മുമ്പ് ആ നശിച്ച പിള്ളേരെ കണ്ടെത്തി തീർക്കണം. പോലീസിലൊരു പരാതി നൽകാനുള്ള സാവകാശം പോലും അവർക്ക് കിട്ടാൻ പാടില്ല. ചക്രപാണി ഒന്ന് നിർത്തി. പിന്നെ മറ്റേ കാര്യം, അശോകൻ പുറത്തുണ്ട്. അയാൾ ശബ്ദം താഴ്ത്തി. ഒക്കെ നമ്മൾ തീരുമാനിച്ചതുപോലെ. ചക്രപാണി പെട്ടെന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് ചെന്നു. ചോദ്യഭാവത്തിൽ നിൽക്കുകയാണ് അശോകൻ. തനിക്ക് പോകാം. അത്രമാത്രം പറഞ്ഞിട്ട് ചക്രപാണി വേഗം ചെന്ന് ജീപ്പിൽ കയറി. മിന്നൽ വേഗത്തിൽ പാഞ്ഞകന്നു. വാലിൽ തീ പിടിച്ച കുരങ്ങൻ്റേതുപോലെയുള്ള അയാളുടെ പാച്ചിൽ കണ്ടപ്പോൾ തന്നെ അശോകന് സംശയത്തിൻ്റെ ചൂരടിച്ചു. അയാളും വീട്ടിലേക്ക് പോകാനായി ബൈക്കിൽ കയറി. തൻ്റെ വീട്ടിലേക്ക് തിരിയുന്ന കോൺക്രീറ്റ് റോഡിലെത്തിയതും അശോകൻ ബ്രേക്ക് അമർത്തി. റോഡിന് ഇരുവശവും റബ്ബർ തോട്ടമാണ്. റോഡിന് നടുവിൽ ഒരു ടെമ്പോ വാൻ കിടക്കുന്നു. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചം മാത്രമുണ്ട് അവിടെ. വീതി കുറഞ്ഞ റോഡായതിനാൽ വാൻ മാറ്റാതെ മുന്നോട്ട് പോകാൻ കഴിയില്ലായിരുന്നു. ബൈക്ക് സ്റ്റാൻഡിൽ വെച്ചിട്ട് അശോകൻ ഇറങ്ങിച്ചെന്നു. 3 പേർ വാനിൻ്റെ അടിയിലേക്ക് നോക്കിക്കൊണ്ട് അവിടെ നിൽപ്പുണ്ട്. എന്തുപറ്റി? അശോകൻ്റെ ചോദ്യം കേട്ട് അവർ തിരിഞ്ഞു. തീർത്തും അപരിചിതർ. ഡീസലിൻ്റെ പൈപ്പ് പൊട്ടിയതാണെന്ന് തോന്നുന്നു, ഒരാൾ പറഞ്ഞു. അശോകനും വാനിനോട് ചേർന്ന് താഴേക്ക് കുനിഞ്ഞ് അടിയിലേക്ക് നോക്കി. റോഡിൽ കിടന്നുകൊണ്ട് ഒരാൾ ടോർച്ച് മിന്നിച്ച് ഡീസൽ ടാങ്കിൻ്റെ ഭാഗം പരിശോധിക്കുകയാണ്. അശോകൻ നിവർന്നു. നിങ്ങൾ എവിടേക്ക് പോകാൻ വന്നതാ? വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ എറണാകുളത്തിൻ്റെതാണെന്ന് ശ്രദ്ധിച്ചിട്ടാണ് അശോകൻ തിരക്കിയത്. കുറച്ച് അപ്പുറത്ത് വരെ. ആ മറുപടിയിൽ അശോകൻ തൃപ്തനായില്ല. അപ്പുറത്തെന്ന് പറഞ്ഞാൽ? ASI അശോകൻ സാറല്ലേ? അദ്ദേഹത്തിൻ്റെ വീട്ടിൽ. അശോകൻ നെറ്റിച്ചുളിച്ചു. ASI അല്ല, ഹെഡ് കോൺസ്റ്റബിളാണ് അശോകൻ. അത് ഞാനാ. കാര്യമെന്താ? ദേ ഇത് തന്നെ. മറുപടി കേട്ടത് വാനിൻ്റെ അടിയിൽ നിന്നാണ്. ഒപ്പം ഒരു ഇരുമ്പുപൊടി അടിയിലൂടെ ചീറി വന്നു. അശോകൻ്റെ കാൽമുട്ടിന് താഴെ ശക്തമായ താടനമേറ്റു. അയ്യോ! അയാളുടെ നിലവിളി റബ്ബർ തോട്ടത്തിലെ നിശബ്ദതയിൽ പ്രകമ്പനം കൊണ്ടു. ഒപ്പം കാൽ ഒടിഞ്ഞതുപോലെ അയാൾ റോഡിൽ വീണു. അടുത്ത നിമിഷം എതിർദശയിൽ നിന്ന് പാഞ്ഞു വരുന്ന 2 തീക്കണ്ണുകൾ കാണായി. അവിടെ നിന്നവർക്ക് അപകടം മണത്തു. മിന്നൽ വേഗത്തിൽ വാനിൻ്റെ അടിയിലുണ്ടായിരുന്നവൻ്റെ കൈകൾ നീണ്ടുവന്നു. അശോകൻ്റെ കഴുത്തിന് ചുറ്റിയും വായ്ക്കുമീതയും കൈപ്പടം അമർന്നു. ഒരു ചീങ്കണ്ണി ഇരയെ വലിച്ചു കയറ്റുന്നത് പോലെ അശോകൻ വാനിൻ്റെ അടിയിലേക്ക് വലിച്ചു നീക്കപ്പെട്ടു. എതിർദിശയിൽ നിന്ന് വന്നത് ഒരു കാറായിരുന്നു. പെട്ടെന്ന് അവിടെ നിന്നവർ വാനിൻ്റെ മുന്നിലേക്ക് ചെന്നു. കാറിലിരുന്നവർ തലനീട്ടി. വണ്ടിയൊന്ന് മാറ്റിത്തരണം, ആശുപത്രി കേസാണ്. അയ്യോ, ഇതിൻ്റെ ബ്രേക്ക് ജാമായി കിടക്കുകയാ. തള്ളി മാറ്റാനും പറ്റാത്ത അവസ്ഥയാണല്ലോ, ഒരുവൻ ഭവ്യത ഭാവിച്ച് അറിയിച്ചു. ഛേ, വണ്ടി വേഗം പിന്നോട്ടെടുക്ക്. കാറിലിരുന്നവരിൽ ആരോ ഡ്രൈവർക്ക് നിർദ്ദേശം നൽകി. കാർ റിവേഴ്സിൽ പോയി. അവിടെ നിന്നിരുന്ന 3 പേരും വാനിൻ്റെ പിന്നിൽ കുതിച്ചെത്തി ഡോർ വലിച്ചു തുറന്നു. അശോകനെ വാനിൻ്റെ അടിയിൽ നിന്ന് വലിച്ചിറക്കി. ഒപ്പം അടിയിലുണ്ടായിരുന്ന ആളും. അവർ വീതിയേറിയ സെല്ലോ ടൈപ്പ് എടുത്ത് അശോകൻ്റെ വാ ചേർത്ത് പിന്നിലൂടെ വട്ടത്തിൽ ചുറ്റിമുറുക്കി. ഒപ്പം വെടിവെച്ച് വീഴ്ത്തിയ ഒരു മൃഗത്തെ കണക്കെ കൈക്കാലുകളിൽ പിടിച്ച് അയാളെ വലിച്ചുയർത്തി വാനിലേക്ക് എറിഞ്ഞു. അവരും ചാടിക്കയറി. ഡോർ അടഞ്ഞു. മിന്നൽ വേഗത്തിൽ ടെമ്പോ വാൻ പാഞ്ഞു പോയി. ഓടനവട്ട ശശാങ്കൻ്റെ ക്രഷർ യൂണിറ്റ്. അതിൻ്റെ ഗേറ്റ് മലർക്കെ തുറന്നിട്ടിരിക്കുകയായിരുന്നു. ടെമ്പോ വാൻ അവിടേക്ക് ഇരച്ചു കയറി. വാച്ചർ പെട്ടെന്നിറങ്ങി വന്ന് അത് അകത്തുനിന്ന് അടച്ച് ഓടാമ്പൽ വലിച്ചിട്ടു. ഓഫീസിന് കുറച്ചപ്പുറത്ത് വാൻ നിന്നു. അവിടെ പകൽ പോലെ വെളിച്ചം പരത്തിക്കൊണ്ട് ഹാലജൻ ലൈറ്റുകൾ തെളിഞ്ഞു നിൽപ്പുണ്ട്. വാൻ നിന്നതും ഓഫീസിൽ നിന്ന് ഓടനവട്ട ശശാങ്കനും CI ചക്രപാണിയും ഐസ്തംഭിയും മറ്റും ഇറങ്ങി വന്നു. അശോകനെ പിടിച്ചുകൊണ്ട് വന്നവർ വേഗം ഇറങ്ങിയിട്ട് വീണ്ടും ഡോറടച്ചു.
ആ തക്കത്തിന് അശോകൻ എഴുന്നേൽക്കാൻ നോക്കി. പക്ഷേ കഴിഞ്ഞില്ല. കാലിലെ അസ്ഥി പൊട്ടിയതുപോലെ അനക്കാൻ പറ്റാത്ത വിധം വാഴത്തട കണക്ക് ആയിരിക്കുന്നു. അയാൾ വല്ലവിധാനെയും തലയുയർത്തി നോക്കി. താൻ എത്തിപ്പെട്ടിരിക്കുന്നത് എവിടെയെന്ന് മനസ്സിലായി. ശശാങ്കനും ചക്രപാണിയും മറ്റും അവിടേക്ക് വരുന്നതുകൂടി കണ്ടപ്പോൾ അയാളുടെ പകുതി പ്രാണൻ പിടഞ്ഞു തീർന്നതുപോലെ. അയാൾ സെല്ലോ ടേപ്പ് കുറച്ച് വലിച്ചു മാറ്റി. രക്ഷപ്പെടാൻ അവസാന ശ്രമം എന്നവണ്ണം അശോകൻ പാൻസിന്റെ പോക്കറ്റിൽ തപ്പി. സെൽഫോൺ കയ്യിൽ തടഞ്ഞു. അതെടുത്ത് CI ഇർഫാൻ മുഹമ്മദിന്റെ നമ്പറിലേക്ക് കോൾ അയച്ചു. അപ്പുറത്ത് ബെൽ മുഴങ്ങിയ നിമിഷം തന്നെ അറ്റൻഡ് ചെയ്യപ്പെട്ടു. ഹലോ, ഇർഫാൻ മുഹമ്മദിന്റെ ശബ്ദം. സാർ. അശോകന് ബാക്കി പറയാൻ കഴിഞ്ഞില്ല. അതിനു മുമ്പ് ടെമ്പോ വാനിന്റെ വാതിൽ തുറക്കപ്പെട്ടു. അശോകൻ പെട്ടെന്ന് ഫോൺ പോക്കറ്റിൽ താഴ്ത്തി. ഇങ്ങോട്ട് വലിച്ചിടാ ആ പട്ടിയെ. ഞങ്ങൾ ശരിക്കൊന്ന് കാണട്ടെ. ശശാങ്ക പല്ലുകൾ കടിച്ചമർത്തി. ഐസ് തമ്പി മുന്നോട്ട് വന്നു. അശോകന്റെ കാലുകളിൽ പിടിച്ച് വെളിയിലേക്ക് വലിച്ചു. ഒരു ചാക്കുകെട്ട് കണക്കെ അശോകൻ തറയിൽ വീണു. അസഹ്യമായ വേദന കാരണം അയാൾ അരണയെ പോലെ പുളഞ്ഞു. ആ ടേപ്പ് മുഴുവൻ മാറ്റടാ. നായൻ്റെ മോൻ്റെ നിലവിളിയൊന്ന് കേൾക്കട്ടെ. ശശാങ്ക പിന്നെയും കൽപ്പിച്ചു. തമ്പി ടേപ്പ് വലിച്ചഴിച്ചു. അശോകന്റെ ശിരസിന് പിന്നിലെ കുറേ മുടി കൂടി പറഞ്ഞുപോയി. ആ, അയാൾ അലറി. നിലവിളിച്ചോ അശോക, മനസ്സുപോലെ. അവസാന നിമിഷം ശരിക്കൊന്ന് കരയാൻ പോലും കഴിഞ്ഞില്ലെന്ന് നിന്റെ ആത്മാവ് സങ്കടപ്പെടാൻ പാടില്ല. ചക്രപാണി സാറേ. സാറ് നോക്കി നിൽക്കുമ്പോഴാ ഈ നാരികൾ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഓർത്തോ. വേദനയ്ക്കിടയിലും അശോകന്റെ വാക്കുകളിൽ രോഷം തിളച്ചു. പകയോടെ ചക്രപാണി രണ്ടടി മുന്നോട്ട് നീങ്ങി. പിന്നെ ഷൂസ് അണിഞ്ഞ കാൽ കൊണ്ട് ഒറ്റത്തൊടി അശോകന്റെ വാരിയെല്ലുകൾക്കിടയിൽ. ഞങ്ങളുടെ ശത്രുക്കളെ സഹായിക്കുന്ന പിന്നെ ഞാൻ പൂവിട്ട് പൂജിക്കണോടാ. ചക്രപാണി ഒരു പുഴുത്ത തെറി വിളിച്ചു. അടുത്ത നിമിഷം ചക്രപാണിയുടെ സെൽഫോൺ വിറകൊണ്ടു. അയാൾ അതെടുത്തു നോക്കി. സൈബർ സെല്ലിൽ നിന്നാണ്. പറയ്. സംശയത്തോടെ ചക്രപാണി ഫോൺ കാതിലമർത്തി. സാർ. അവിടെ നിന്ന് താഴ്ന്ന ശബ്ദത്തിലുള്ള മറുപടി. അശോകൻ CI ഇർഫാൻ മുഹമ്മദിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാ. പക്ഷേ അങ്ങോട്ടൊന്നും പറയുന്നില്ല. CI ഇങ്ങോട്ട് സംസാരിക്കുന്നുമുണ്ട്. ചക്രപാണിയുടെ മുഖത്ത് സംശയം മിന്നി. അപ്പുറത്തു നിന്ന് പിന്നെയും സ്വരം കേട്ടു. മാത്രമല്ല ആ ഫോണിലൂടെ സാറിൻ്റെയും മറ്റു സ്വരം കേൾക്കാം. ഞെട്ടി വിറച്ചു പോയി ചക്രപാണി. ഞാൻ നോക്കിക്കോളാം, താൻ വച്ചോ. പറഞ്ഞതും അയാൾ ഫോൺ കട്ട് ചെയ്തിട്ട് അശോകന് നേരെ കുതിച്ചു. അയാളുടെ നെഞ്ചിൽ ചവിട്ടി പിടിച്ചുകൊണ്ട് കുനിഞ്ഞും ദേഹപരിശോധന നടത്തി. എന്താ സാറേ? ഐസ് തമ്പി തിരക്കി. മിണ്ടരുതെന്ന് ചക്രപാണി ആംഗ്യം കാണിച്ചു. എന്നിട്ട് അശോകന്റെ പാൻസിന്റെ പോക്കറ്റിൽ നിന്ന് മൊബൈൽ ഫോൺ കണ്ടെടുത്തു. ശരിയാണ്, ആ ഫോൺ കോളിങ്ങിലാണ്. അപ്പോൾ ഇവിടെ നടന്നത് അത്രയും ഇർഫാൻ മുഹമ്മദ് കേട്ടിരിക്കുന്നു. ചക്രപാണി പെട്ടെന്ന് ആ ഫോൺ കട്ട് ചെയ്ത് പോക്കറ്റിൽ താഴ്ത്തി. ശശാങ്ക, ഇവിടെ നടന്നത് ഇർഫാൻ മുഹമ്മദ് അറിഞ്ഞു. സകലരും നടുങ്ങി. സാരമില്ല, ചക്രപാണി തുടർന്നു. ഇവൻ ഇതുവരെ അങ്ങോട്ടൊന്നും സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എവിടെയാണെന്ന് ഇർഫാൻ അറിയില്ല. എങ്കിലും ഇവനിൽ നിന്ന് അറിയാനുള്ളത് പെട്ടെന്ന് ചോദിച്ചറിയണം. അയാൾ അശോകന്റെ നെഞ്ചിൽ നിന്ന് കാൽ മാറ്റി. ശശാങ്കൻ അശോകന്റെ അരികിൽ കുന്തിച്ചിരുന്നു. പിന്നെ അയാളുടെ തലമുടിയിൽ കുത്തിപ്പിടിച്ച് വലിച്ചുയർത്തിയതും ഒറ്റയടി കവിളടക്കം. ഹാ. തൻ്റെ പല്ലുകൾ ഇളകിയതുപോലെ തോന്നിയ അശോകന്. നോക്ക്. ശശാങ്ക ചീറി. നിനക്ക് ഒറ്റ അവസരം മാത്രമേ ഉള്ളൂ. നിന്നെ ഏതായാലും ഞങ്ങൾ കൊല്ലും. നിന്റെ ഭാര്യയെയും കുട്ടികളെയും കൂടി ഞങ്ങൾ കയറി മായുണ്ടെങ്കിൽ പറഞ്ഞോ. എവിടെയുണ്ട് കാവേരിയും മക്കളും? എനിക്കറിയില്ലട പട്ടി. അറിയാമായിരുന്നാലും ഞാൻ പറയില്ലായിരുന്നു. അയാൾ മുഖം വെട്ടിച്ചു. അപ്പോൾ അശോക, നിനക്ക് നിന്റെ കുടുംബത്തോട് യാതൊരു സ്നേഹവുമില്ലെന്നാണോ? നീ ഡോക്ടറാകാൻ വേണ്ടി പഠിപ്പിക്കുന്ന നിന്റെ മോളുണ്ടല്ലോ, 8ാം ക്ലാസ്സുകാരി. നാളെ അവളുടെ ഫോട്ടോ TV-യിലും പത്രത്തിനുമൊക്കെ വരണോടാ. സ്കൂൾ വിദ്യാർത്ഥിനി റേപ്പ് ചെയ്യപ്പെട്ടു മരിച്ചെന്ന്. അശോകൻ ഉൾക്കടമായി ഞെട്ടി വിറച്ചു. വേണ്ട ശശാങ്ക, അവരെ ആരെയും ഒന്നും ചെയ്യരുത്. അയാളുടെ ഒച്ച പതറി. എങ്കിൽ സമയം കളയാതെ പറഞ്ഞോടാ, എവിടെയുണ്ട് അവര്? അടുത്ത നിമിഷം ആരും പ്രതീക്ഷിക്കാത്ത ഒന്നാണ് അവിടെ നടന്നത്. സർവശക്തിയും സമാഹരിച്ച് അശോകൻ കൈനീട്ടി ഒറ്റപ്പിടുത്തം ശശാങ്കന്റെ കഴുത്തിൽ. വിടടാ. ശശാങ്കൻ കുതറി എഴുന്നേൽക്കാൻ ശ്രമിച്ചു. കഴിഞ്ഞില്ല. ഒരു ലോഹപ്പൂട്ട് കഴുത്തിൽ വീണ അവസ്ഥ. അശോകൻ അയാളെ തൻ്റെ ശരീരത്തിലേക്ക് വലിച്ചിട്ടു. പിന്നെയും പിടിമുറുക്കി. ഒപ്പം ശശാങ്കന്റെ മുഖം കടിച്ചു പറിച്ചു. എടാ. തമ്പിയും കുടകളും പാഞ്ഞു ചെന്നു. അശോകന്റെ കൈ പിടിവിക്കാൻ ശ്രമിച്ചു. കഴിഞ്ഞില്ല. ശശാങ്കന്റെ നിലവിളി അവിടുത്തെ മെറ്റൽ കൂനകളിൽ പ്രതിധ്വനിച്ചു. അവസാനം തമ്പി അശോകന്റെ നെഞ്ചിൽ തുരുതുരെ ചവിട്ടി. ആ. അശോകൻ വാ തുറന്നു. ഞെക്കിപ്പിടിക്കുമ്പോൾ ഒരു പ്ലാസ്റ്റിക് കുപ്പിയിൽ നിന്ന് വെള്ളം പുറത്തു ചാടുന്നത് പോലെ അശോകന്റെ വായിൽ നിന്ന് കട്ടച്ചോര പുറത്തു ചാടി. ഒപ്പം ശശാങ്കന്റെ കവിളിന്റെ ഒരു ഭാഗവും. അപ്പോഴേക്കും ഗുണ്ടകൾ അശോകന്റെ കൈകൾ വലിച്ചു മാറ്റി. കഴുത്തിൽ തടവിക്കൊണ്ട് ശശാങ്കൻ നീങ്ങിയിരുന്നു. ശ്വാസം വലിച്ചു വിട്ടു. അയാളുടെ കവിളിലൂടെയും ചോര ഒഴുകി. തമ്പി ഒരു കത്തി വലിച്ചെടുത്തു. വാഴപ്പിണ്ടിയിൽ താഴുന്നതുപോലെ അത് അശോകന്റെ വയറ്റിൽ കുത്തിത്താണു. അശോകന് പിടയാൻ പോലും മറ്റുള്ളവർ അവസരം നൽകിയില്ല. കൈക്കാലുകളിൽ ബലമായി പിടിച്ചു. ഞങ്ങൾ പോകുകയാണ്. നിന്റെ ഭാര്യയെയും മക്കളെയും പൊക്കാൻ. കലിപ്പോടെ ശശാങ്കൻ ചാടി എഴുന്നേറ്റു. വേണ്ട, ഞാൻ പറയാം. അശോകന്റെ കണ്ണുകൾ നിറഞ്ഞു തോവി. എന്നാൽ പറയടാ. അവർ കക്കയത്തുണ്ട്. ബാക്കി ചോദ്യങ്ങൾക്കും അയാൾ ഉത്തരം നൽകിപ്പോയി. തമ്പി. അടയാള സൂചകമായി ശശാങ്കൻ വിളിച്ചു. തമ്പി പെട്ടെന്ന് മുന്നോട്ട് പോയി. മറ്റുള്ളവർ അശോകനിലെ പിടിവിട്ട് അവിടെ നിന്ന് മാറി. ടെമ്പോ വാനിന്റെ ഡ്രൈവർ അതും നീക്കിയിട്ടു.
തറയിൽ കൈകൾ കുത്തി ഇഴഞ്ഞു നീങ്ങാൻ ഒരു ശ്രമം നടത്തി അശോകൻ. കാലുകൾക്ക് വല്ലാത്ത ഭാരം, നെഞ്ചിൽ പൊട്ടിപ്പിളരുന്ന വേദന. പെട്ടെന്ന് ലോഡ് കയറ്റിയിട്ടിരുന്ന ഒരു ടോറസ് ലോറിക്ക് ജീവൻ വച്ചു. തമ്പി അത് പിന്നോട്ടെടുത്തു. അശോകന്റെ 4 അടി മുന്നിൽ അത് നിർത്തി. അശോകൻ തലയുയർത്തി നോക്കി. ടോറസിന്റെ പെട്ടി ഉയർന്നു. അതിന്റെ പിന്നിലെ ഉരുക്ക് ക്ലിപ്പുകൾ ബോഡിയിൽ നിന്ന് വേർപെട്ടു. പെട്ടിയുടെ പിൻഡോർ മെറ്റലുകളുടെ തള്ളിവരവ് കാരണം അകന്നു മാറി. അതുവഴി മെറ്റലുകൾ അശോകന്റെ മേലേക്ക് പതിച്ചു തുടങ്ങി. അശോകൻ നിലവിളിക്കാൻ വാ തുറന്നു. മെറ്റലും പൊടിയും വായിലേക്കും വീണു. 1/2 മിനിറ്റ് അശോകന് ഒന്ന് പിടയുവാൻ പോലും അവസരം കിട്ടിയില്ല. അയാൾ കിടന്ന ഭാഗത്ത് ഒരു മെറ്റൽ കൂന ഉയർന്നു. പാവത്തിന് അലർജിയുടെ അസുഖമുണ്ടായിരുന്നു. നരകത്തിൽ പോയാലും അവൻ തുമ്മിക്കൊണ്ടിരിക്കുമല്ലോ. ചക്രപാണി ഉച്ചത്തിൽ ചിരിച്ചു. മറ്റുള്ളവരും അതിൽ പങ്കുചേർന്നു. നമുക്കിനി ഒട്ടും സമയം കളയാനില്ല. ശശാങ്കൻ കവിളിൽ അമർത്തി പിടിച്ചുകൊണ്ട് തിടുക്കം കൂട്ടി. എത്രയും വേഗം കക്കയത്തിന് പോകണം. കാവേരിയെയും മക്കളെയും പൊക്കണം. ആ നേരത്ത് ഫോൺ മുന്നിലെ മേശപ്പുറത്ത് വെച്ചിട്ട് കാത്തിരിക്കുകയായിരുന്നു CI ഇർഫാൻ മുഹമ്മദ്. ഹെഡ് കോൺസ്റ്റബിൾ അശോകന് ആപത്ത് സംഭവിച്ചെന്നും അതിന് പിന്നിൽ ചക്രപാണിയും ശശാങ്കനുമാണെന്നും അയാൾ തലസ്ഥാനത്തേക്ക് ഒരു മെസ്സേജ് നൽകിയിരുന്നു. എങ്ങനെയും രക്ഷപ്പെട്ട് അശോകൻ തന്നെ വീണ്ടും വിളിക്കും എന്നൊരു പ്രതീക്ഷയും അയാൾക്കുണ്ടായിരുന്നു. മാത്രമല്ല, ശശാങ്കനും സംഘവും കാവേരിയെയും മക്കളെയും തേടി ഇവിടേക്ക് വരുമെന്നും അയാൾ കണക്കുകൂട്ടി. പക്ഷേ പകൽ സമയത്ത് ഇവിടെ വന്ന് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇന്നിനി കൊട്ടാരക്കരയിൽ നിന്ന് പുറപ്പെട്ടാൽ രാത്രിയിൽ ഇങ്ങെത്തുകയുമില്ല. ആ ചിന്തയോടെ കുറച്ചു നേരം കൂടി കാത്തിരുന്നിട്ട് അയാൾ അശോകന്റെ ഫോണിലേക്ക് വിളിച്ചു. സ്വിച്ച് ഓഫ്. ഒരു ദീർഘനിശ്വാസത്തോടെ ഇർഫാൻ മുഹമ്മദ് എഴുന്നേറ്റ് കിടപ്പറയിലേക്ക് പോയി. നേരം പുലർന്നു. 7 മണിക്ക് ഇർഫാൻ മുഹമ്മദ് കാവേരിയുടെ വീട്ടിലെത്തി. യാത്രയ്ക്ക് ഒരുങ്ങിയിരിക്കുകയായിരുന്നു ധനുഷും ഋഷികേശും. ആശങ്കയോടെ കാവേരിയും ദക്ഷിണയും നിൽക്കുന്നു. പച്ചക്കാട്ടിൽ വാസുദേവ പണിക്കരും കുടുംബവും ഉണ്ടായിരുന്നു അവിടെ. പ്രത്യക്ഷയുടെ കണ്ണുകൾ കരഞ്ഞു കലങ്ങിയതുപോലെ. ഇർഫാൻ എല്ലാവരെയും ഒന്ന് നോക്കി. അപ്പോൾ കാവേരി ചേച്ചിയും ദക്ഷിണയും ഇവിടെ തന്നെ നിൽക്കട്ടെ എന്നാണോ നിങ്ങളുടെ തീരുമാനം? അതെ സാർ, ധനുഷ് പറഞ്ഞു. അതാണ് സേഫ്. പോരെങ്കിൽ സാറ് ഈ നാട്ടിലുമുണ്ടല്ലോ. ഇവരെ കൂടി കൊണ്ടുപോയാൽ ഒന്നും ശരിയാവില്ല. ഒക്കെ ഇന്നലെ ഫോണിൽ പറഞ്ഞിരുന്നല്ലോ ഞങ്ങൾ. ശരിയാണ്, പക്ഷേ ഇർഫാൻ ഒന്ന് നിർത്തി. ഒരു പക്ഷേ ഇപ്പോൾ കൊട്ടാരക്കര ടീം ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ടാവും. എല്ലാവരും അമ്പരന്നു. അതെ, CI തുടർന്നു. എൻ്റെ സംശയം ശരിയാണെങ്കിൽ ഇപ്പോൾ ഹെഡ് കോൺസ്റ്റബിൾ അശോകൻ ജീവനോടെ ഉണ്ടാവില്ല. അയാളിൽ നിന്ന് നിങ്ങൾ എവിടെയുണ്ടെന്ന് കൃത്യമായി അവർ അറിഞ്ഞിരിക്കും. അവരിൽ അടുത്ത ഞെട്ടൽ. അത് ഏറ്റുപിടിക്കുന്നത് പോലെ ജാതിത്തോട്ടം ഒരു കാറ്റിൽ ഉലഞ്ഞു. മഞ്ഞുതുള്ളികൾ ചിതറി വീണു. പെട്ടെന്ന് രാമചന്ദ്രൻ്റെ ഇന്നോവ കാർ മുറ്റത്തേക്ക് കയറി വന്ന് ബ്രേക്കിട്ടു. ഇർഫാൻ അയാൾക്കും വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. എന്തോ എടുക്കാൻ വേണ്ടി ധനുഷ് അകത്തേക്ക് പോയി. പ്രത്യക്ഷയും സങ്കടത്തോടെ ഒപ്പം ചെന്നു. ഇനി എന്ന് വരും? അവൻ്റെ ശബ്ദം ചിലമ്പി. അവിടുത്തെ ജോലികൾ തീർത്താലുടൻ. അവൻ ചിരിക്കാൻ ശ്രമിച്ചു. കൊല്ലാൻ പോവുകയാണ് അല്ലേ? പെട്ടെന്നായിരുന്നു അവളുടെ ചോദ്യം. ആര് പറഞ്ഞു? അവൻ പ്രത്യക്ഷയുടെ കരം കവർന്നു. കണക്കുകൾ തീർക്കുകയെന്ന് പറഞ്ഞാൽ കൊല്ലുകയെന്ന് മാത്രമല്ല അർത്ഥം. പിന്നെ നീ കാത്തിരിക്കുമോ? തീർച്ചയായും. അവളുടെ മിഴികൾ നനഞ്ഞു. പക്ഷേ ദാദിൽ അവളുടെ ഒച്ച വിറച്ചു. അവൻ ഏതായാലും ഉടനെ വന്ന് പുറത്തു വരില്ല. അഥവാ വന്നാൽ നിന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ ഒരേ ഒരു ഫോൺ കോൾ മതി, ഞാനിവിടെ ഉണ്ടാവും. പ്രത്യക്ഷ മിണ്ടിയില്ല. എന്താടി, നിനക്കെന്നെ വിശ്വാസമില്ലേ? ധനുഷ് സർവ്വ നിയന്ത്രണങ്ങൾ നഷ്ടപ്പെട്ടതുപോലെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് വീണു. ഞാൻ ഒത്തിരി ഇഷ്ടപ്പെട്ടു പോയി നിന്നെ. ഞാനും. അവൻ്റെ കൈകൾ അവളെ ചുറ്റി വരിഞ്ഞു. ധനുഷ്. പുറത്തുനിന്ന് കാവേരിയുടെ വിളിയച്ച. ഇരുവരും പെട്ടെന്നകന്നു മാറി. പുറത്തെത്തി. പോയിട്ട് വരട്ടെ അമ്മേ. ധനുഷ് ഋഷികേശും അമ്മയുടെ മുന്നിലേക്ക് നീങ്ങി നിന്നു. കാവേരി മക്കളുടെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് കല്ലിച്ച ശബ്ദത്തിൽ പറഞ്ഞു, നിങ്ങളുടെ അച്ഛൻ, നമ്മുടെ വൈഷ്ണവ് മുത്തച്ഛൻ രവീന്ദ്രൻ, ഇപ്പോൾ അശോകനും. അവയവങ്ങൾ അറുത്തെടുക്കുവാൻ വേണ്ടി അവർ കൊന്നു തള്ളിയ നിരപരാധികൾ. ഒക്കെയ്ക്കും കണക്ക് തീർത്ത് കഴിയുമ്പോഴും നിങ്ങൾ രണ്ടാളെയും എനിക്ക് ഇതുപോലെ കാണണം. അവരുടെ കണ്ണുകൾ കത്തി നിന്നു. കണ്ടിരിക്കും അമ്മേ, ഞങ്ങൾ തോൽക്കില്ല. ചന്ദ്രശേഖരൻ്റെ മക്കളല്ലേ ഞങ്ങൾ. അച്ഛൻ്റെ ആത്മാവ് എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും, ഋഷികേശാണ് പറഞ്ഞത്. കുട്ടികൾ കാവേരിയുടെ കൈകളിൽ മുറുകെ പിടിച്ചു. പിന്നെ തിരിഞ്ഞ് വാസുദേവ പണിക്കരെ നോക്കി. അയാൾ മിഴിച്ചു നിൽക്കുകയായിരുന്നു. കാവേരിയുടെ ധൈര്യം വാക്കുകൾ വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഒരമ്മയ്ക്ക് മക്കളിലുള്ള ഉറച്ച വിശ്വാസം, അവർക്ക് നൽകുന്ന പ്രേരണ, ഇതൊന്നും സാധാരണ ഒരു സ്ത്രീയിൽ കാണാൻ കഴിയാത്തതാണ്. ധനുഷിൻ്റെ ശബ്ദം അയാളെ ഉണർത്തി. സാർ, ഇവിടെ ഇനി വരാൻ പോകുന്ന പഞ്ചായത്ത് ബൈ ഇലക്ഷനിൽ സാറ് 2 പാർട്ടിയിൽപ്പെട്ട അസംതൃപ്തരായ നേതാക്കളെ ഒപ്പം കൂട്ടണം. ജയിക്കും, ഞങ്ങൾക്കുറപ്പാ. പിന്നെ ഒരു സ്ഥാനാർത്ഥി ഈ രവീന്ദ്രൻ ചേട്ടനായിരിക്കണം. നേരത്തെ ഞങ്ങൾ ഇദ്ദേഹത്തിന് കൊടുക്കാനിരുന്ന സർപ്രൈസും അതാ. ധനുഷ് പണിക്കരോട് യാത്ര പറഞ്ഞു. ഒരിക്കൽ കൂടി പ്രത്യക്ഷയെ നോക്കി തലയാട്ടി. ഋഷികേശ് പെങ്ങളുടെ ശിരസിൽ തലോടി. ഞങ്ങൾ കൂടെ തന്നെയുണ്ടെന്ന് കരുതിക്കോണം. അവളുടെ കണ്ണുകളും നിറഞ്ഞു. ഇരുവരും കാറിൽ കയറി. ഇർഫാൻ മുഹമ്മദ് കൈ ഉയർത്തി വീശി. ഇന്നോവ പതുക്കെ റോഡിലേക്ക് ഇറങ്ങി. ആ നേരത്തെ കൊട്ടാരക്കരയിൽ പ്രകാശ് ചന്ദ്രൻ്റെ മുന്നിലുണ്ടായിരുന്നു ഓടനവട്ട ശശാങ്കനും CI ചക്രപാണിയും തമ്പിയും. പുറത്ത് 2 വാഹനങ്ങൾ കാത്തു കിടപ്പുണ്ട്. ശശാങ്കൻ്റെ റേഞ്ച് റോവറും ഒരു TUV യും.
TUV-യിൽ സർവ്വസജ്ജരായ ഗുണ്ടകൾ. ഞാൻ കൂടി വന്നാലെന്താ കുഴപ്പം? പ്രകാശ് ചന്ദ്രൻ ശശാങ്കനെ തുറച്ചു നോക്കി. പാടില്ല, പറഞ്ഞത് ചക്രപാണിയാണ്. നാളെ രാത്രി അവസാനിക്കും മുമ്പ് ഇവർ അവരെയും കൊണ്ടിങ്ങ് തിരിച്ചു വരുമല്ലോ. പിന്നീട് നമുക്ക് ഇഷ്ടം പോലെ പ്രതികാരം ചെയ്യാം. അതിനുശേഷം നിന്റെ കൈകൊണ്ട് തന്നെ അവരെ കൊന്നോളൂ. എന്നിട്ടും അത് അംഗീകരിക്കാൻ പ്രകാശ് ചന്ദ്രൻ്റെ മനസ്സ് സമ്മതിച്ചില്ല. അവൻ അസ്വസ്ഥനായി തലകുടഞ്ഞു. ചക്രപാണി തുടർന്നു. കാവേരിയും മക്കളും തീർന്നു കിട്ടാതെ നീ ആരെയും കാണാൻ പാടില്ല. തൽക്കാലം നമ്മൾ ആ വീഡിയോ ക്ലിപ്പിംഗ് ബ്ലോക്ക് ചെയ്തെങ്കിലും പോലീസ് അന്വേഷണത്തിന് മുകളിൽ നിന്ന് ഉത്തരവ് വന്നാൽ എന്നെ കൊണ്ട് മാത്രം ഒന്നും ചെയ്യാനാവില്ല. അതോടെ പ്രകാശ് ചന്ദ്രൻ ഇത്തിരി അടങ്ങി. അവരുടെ ചർച്ചകൾ വാതിലിന് പുറത്തുനിന്ന് വനിത കേൾക്കുന്നുണ്ടായിരുന്നു. ശശാങ്കനും തമ്പിയുമാണ് കോഴിക്കോടിന് പോകുന്ന സംഘത്തിൻ്റെ നേതാക്കൾ. വളരെ പെട്ടെന്ന് തന്നെ അവർ യാത്രയായി. ചക്രപാണി മാത്രം പോയില്ല. എല്ലാം ജനാലയിലൂടെ നോക്കി നിന്ന വനിതയ്ക്ക് തീർച്ചയായി ഇതിൻ്റെ പരിണാമം തൻ്റെ മകൻ കരുതുന്നത് പോലെ ആയിരിക്കില്ല. റേഞ്ച് റോവറും TUV-യും ഗേറ്റ് കടന്ന് വലത്തേക്ക് തിരിഞ്ഞുപോയി. ദീർഘനിശ്വാസത്തോടെ വനിത ജനാലയ്ക്കൽ നിന്ന് പിന്തിരിഞ്ഞു. എങ്കിൽ ഞാൻ പിന്നെ വരാം, പ്രകാശ് ചന്ദ്രബാബുവിനോട് പറഞ്ഞിട്ട് ചക്രപാണി നോക്കിയത് വനിതയുടെ മുഖത്തേക്കാണ്. അയാളുടെ മുഖം കറുത്തു. പിന്നെ അവിടെ പുച്ഛഭാവം വന്നു. വനിത പക്ഷേ പൊട്ടിത്തെറിച്ചു. ചക്രപാണി, നീ ചെയ്യുന്നതും ചെയ്യിക്കുന്നതും ഒക്കെ ഉണ്ടല്ലോ, ഇതിനൊക്കെ ഒരു മറുപടി നിനക്ക് കിട്ടിയിരിക്കും. തിരിച്ചറിവിൻ്റെ ആ നിമിഷത്തിൽ നിനക്ക് പശ്ചാത്തപിക്കാൻ പോലുമുള്ള അവസരമുണ്ടാകില്ല, നീ ഏത് മുന്തിയ പോലീസാണെങ്കിലും. ഓ, ചക്രപാണി പരിഹസിച്ചുകൊണ്ട് വാ പൊത്തിപ്പിടിച്ച് മുന്നോട്ട് കുനിഞ്ഞു കാണിച്ചു. അടിയന് അങ്ങനെ വല്ലത് സംഭവിച്ചാൽ അവിടുത്തെ കാൽക്കൽ വീണു ക്ഷമയച്ചോളാമേ. അത്രയും പറഞ്ഞിട്ട് അയാൾ അവരുടെ അടുത്തേക്ക് വന്ന് ശബ്ദം താഴ്ത്തി. കേട്ടോടി മോളെ. വനിത വിളറിപ്പോയി. തൻ്റെ മകൻ്റെ പിൻബലത്തിലാണ് ഇവൻ ഇങ്ങനെയൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യം നേടിയത്. വനിതയ്ക്ക് ഒരിക്കൽ കൂടി മകനോട് ദേഷ്യം തോന്നി. അവന് ജന്മം നൽകിയ തന്നെ അവർ സ്വയം ശപിച്ചു. ചക്രപാണി തറയിൽ അമർത്തി ചവിട്ടി പുറത്തേക്ക് പോയി. എത്ര നിയന്ത്രിച്ചിട്ടും വനിതയുടെ കണ്ണുകളിൽ നിന്ന് 2 തുള്ളികൾ കവിളിലേക്കിറ്റു. വൈകിട്ട് 5 മണി. ഏനാത്ത് പാലത്തിന് പെട്ടെന്നുണ്ടായ ബലക്ഷയം കാരണം വണ്ടികൾ വഴിതിരിച്ചു വിട്ടിരിക്കുകയാണ്. കോഴിക്കോട് നിന്ന് ധനുഷ് ഋഷികേശും വന്ന ഇന്നോവ കാർ അടൂർ ബൈപ്പാസ് കടന്നു വലത്തേക്ക് തിരിഞ്ഞു കടമ്പനാട് റൂട്ടിലേക്ക്. അല്പം വീതി കുറഞ്ഞ റോഡായതിനാലും വാഹനങ്ങളുടെ ബാഹുല്യം കാരണത്താലും അധികം വേഗത്തിൽ അവർക്ക് സഞ്ചരിക്കാൻ കഴിഞ്ഞില്ല. ഡ്രൈവർ രാമചന്ദ്രൻ പിന്നോട്ട് തിരിഞ്ഞു. കഴിഞ്ഞ തവണ വെളിയത്ത് വന്ന് മടങ്ങിപ്പോകാൻ പന്തളത്തായിരുന്നു പാലം പണി. ഇപ്പോൾ 18 വർഷം മാത്രം പ്രായമായ പാലത്തിനാണ് ബലക്ഷയമെന്ന് പത്രത്തിൽ വായിച്ചു. ഈ റോഡിന് എന്നും ഇതേ അവസ്ഥ തന്നെയാണല്ലോ. കേരളമല്ലേ രാമചന്ദ്ര ചേട്ടാ, ഇവിടെ എന്തും നടക്കും. നിർമ്മാണ വേളയിൽ തന്നെ ചരിഞ്ഞ തൂണ് നേരെ വച്ച ഏനാത്ത് പാലം പൂർത്തിയാക്കിയത്. പിന്നെ മൺവാരുന്ന കൂട്ടർ ആ തൂണിൽ തന്നെ വള്ളം കെട്ടിയിട്ട് മണൽ വാരി. ധനുഷ് പറഞ്ഞു. ഇതൊക്കെ നോക്കാനും നടപടിയെടുക്കാനും ഇവിടെ ഉദ്യോഗസ്ഥന്മാരില്ലല്ലോ. അഥവാ ആരെങ്കിലും അതിന് ശ്രമിച്ചാൽ അവരെ ഒതുക്കാനാവും മേൽത്തട്ടുകാർക്ക് ധൃതി. IAS-കാരും IPS-കാരും വരെ പരസ്പരം പടവെട്ടുകയല്ലേ ഇവിടെ. പെട്ടെന്ന് ഋഷികേശിൻ്റെ കയ്യിലിരുന്ന ഫോൺ ശബ്ദിച്ചു. അത് എടുത്തു നോക്കി അവൻ്റെ മുഖം തെളിഞ്ഞു. ഇർഫാൻ സാറാ, പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ കാതിലമർത്തി. സാർ, നിങ്ങൾ എവിടെയെത്തി? ഇർഫാൻ മുഹമ്മദിൻ്റെ സ്വരം. അടൂർ കഴിഞ്ഞു. 1 മിനിറ്റോളം ഇർഫാൻ മുഹമ്മദ് ഋഷികേശിനോട് സംസാരിച്ചു. ഫോൺ കോൾ അവസാനിച്ചപ്പോൾ ഋഷി ധനുഷിനോടും രാമചന്ദ്രനോടും പറഞ്ഞു, കടമ്പനാട്ട് വണ്ടി നിർത്തണം. പിന്നെ രാമചന്ദ്ര ചേട്ടനും മടങ്ങാം. അപ്പോൾ നിങ്ങൾ? രാമചന്ദ്രൻ അമ്പരന്നു. അവിടെ എത്തുമ്പോൾ ഞങ്ങളെ കൊണ്ടുപോകാൻ ആളുണ്ടാവും. ഞാനും കൂടി നിൽക്കാം ഇവിടെ ഒരു സഹായത്തിന്. രാമചന്ദ്രൻ മടങ്ങാൻ തോന്നിയില്ല. വേണ്ട ചേട്ടാ, ഇപ്പോൾ തന്നെ ചേട്ടൻ ഞങ്ങളെ ഒരുപാട് സഹായിച്ചു. ഇനി രണ്ടും കൽപ്പിച്ചുള്ള ഒരു പോക്കാ ഞങ്ങളുടെ. അക്കൂട്ടത്തിൽ ചേട്ടന് അപകടമൊന്നും പറ്റിക്കൂടാ. ധനുഷ് അയാളുടെ തോളിൽ തട്ടി. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കാർ കടമ്പനാട്ട് ജംഗ്ഷനിലെത്തി. വലത്തേക്ക് ഋഷികേശ് നിർദ്ദേശിച്ചു. കാർ പ്രധാന റോഡിൽ നിന്ന് തിരിഞ്ഞു. പോരുവഴിക്ക് പോകുന്ന റോഡ്. അവിടെ 200 മീറ്ററോളം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ക്ഷേത്രത്തിന് മുന്നിലെ ചെറിയ മൈതാനത്ത് കറുത്ത XUV കിടക്കുന്നത് കണ്ടു. അതിൻ്റെ അടുത്ത് നിർത്തി ചേട്ടാ. രാമചന്ദ്രൻ അപ്രകാരം ചെയ്തു. ശരി, അപ്പോൾ കാണാം ചേട്ടാ. ധനുഷ് ഋഷികേശും പിൻസീറ്റിൽ വെച്ചിരുന്ന ഭാഗമായി ഇറങ്ങി. ആ സെക്കൻഡിൽ XUV-യുടെ പിന്നിലെ ഡോർ തുറക്കപ്പെട്ടു. അവർ കണ്ടു അകത്ത് പഞ്ഞി പോലെ നരച്ച താടിയും മുടിയുമുള്ള ഒരാൾ. തീക്ഷ്ണമായ കണ്ണുകൾ. കയറി വാ കുട്ടികളെ, അയാൾ പുഞ്ചിരിച്ചു. അവർ കയറി ഡോർ അടഞ്ഞു. പോകാം. ആ മനുഷ്യൻ ഡ്രൈവർക്ക് നിർദ്ദേശം നൽകി. XUV നീങ്ങി. മുന്നിൽ രാമചന്ദ്രൻ്റെ കാർ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ധനുഷും ഋഷികേശും മറ്റൊന്നുകൂടി കണ്ടു. പാൻസ് അല്പം ഉയർത്തി വെച്ചിരിക്കുന്ന ആ മനുഷ്യൻ്റെ ഒരു കാൽ കൃത്രിമമാണ്, ഇടതുകാൽ. കുട്ടികളുടെ നോട്ടം കണ്ടപ്പോൾ അയാൾ വീണ്ടും ചിരിച്ചു. നോക്കണ്ട, മുട്ടിൻ്റെ അറ്റത്ത് വെച്ച് ഇത് വെട്ടിയെടുത്തതാ. കുട്ടികൾ മനസ്സിലാവാതെ പരസ്പരം അമ്പരന്ന് നോക്കി. ആ മനുഷ്യൻ തുടർന്നു. നോക്കണ്ട, എന്നാലും ഈ ജയ്പൂർ കാലുപയോഗിച്ച് എനിക്ക് നടക്കാനാവും. ഇർഫാൻ ഒന്ന് പറഞ്ഞില്ലേ നിങ്ങളോട്? ഇല്ലെങ്കിൽ? ധനുഷ് മന്ത്രിച്ചു. ഞങ്ങളെ സഹായിക്കാൻ ഒരാൾ ഉണ്ടാവുമെന്നേ പറഞ്ഞുള്ളൂ. ആ മനുഷ്യൻ ദീർഘമായി നിശ്വസിച്ചു. അവൻ പറയില്ല, എനിക്കറിയാം. കാരണം അവൻ്റെ ബാപ്പയ്ക്ക് ഒറ്റക്കാലം ഉള്ളുന്നുവെന്നും
അത് വെട്ടിക്കളഞ്ഞവനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞതുമില്ല എന്ന നാണക്കേടും അവനുണ്ടാവുമല്ലോ. ഞെട്ടിവിറച്ചു പോയി ധനുഷും ഋഷികേശും. ഇത് ഇർഫാൻ സാറിൻ്റെ ബാപ്പയോ? അവരുടെ അമ്പരപ്പിനിടയിൽ അങ്ങ് വിദൂരതയിൽ എവിടെ നിന്ന പോലെ അയാളുടെ ശബ്ദം പിന്നെയും കേട്ടു. ഞാൻ എൻ്റെ പേര് പറഞ്ഞില്ല അല്ലേ? സലീം മുഹമ്മദ്. പോലീസ് ട്രെയിനിങ് കോളേജിലായിരുന്നു 10 വർഷം. നിങ്ങളുടെ അച്ഛനെ ഞാൻ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. കുട്ടികളുടെ ശരീരത്തിൽ ഒരു കുളിര് പാഞ്ഞു. അച്ഛൻ്റെ സാറ്. ബാക്കിയൊക്കെ സമയം പോലെ പറഞ്ഞു തരാം. കടമ്പനാട് ജംഗ്ഷനിൽ നിന്ന് വനത്തേക്ക് തിരിഞ്ഞ XUV ശാസ്താംകോട്ട ഭാഗത്തേക്ക് പോയി. പ്രകാശ് ചന്ദ്രൻ്റെ വീട്. വൈകിട്ട് 7 മണി. ആകെ അസ്വസ്ഥമായിരുന്നു അവൻ. എല്ലാം വളരെ കരുതലോടെ നടത്തിയ ചന്ദ്രശേഖരൻ്റെ കൊലപാതകമാണ് ഇപ്പോൾ തന്നിലേക്ക് സംശയത്തിൻ്റെ വിരൽ ചൂണ്ടി നിൽക്കുന്നത്. അവൻ എത്ര മദ്യം ഇന്നത്തെ ദിവസം കഴിച്ചെന്ന് നിശ്ചയമില്ല. എങ്കിലും തലയ്ക്ക് പിടിക്കുന്നില്ല. പെട്ടെന്ന് ഫോൺ ശബ്ദിച്ചു. അവൻ എടുത്തു നോക്കി. ചക്രപാണി. എന്താ സാറേ? നീ ഇന്നിനി ആർക്കും ഫോൺ ചെയ്യരുതെന്ന് പറഞ്ഞതല്ലേ ഞാൻ? പിന്നെന്തിനാ ശശാങ്കനെ വിളിച്ചത്? കുറ്റപ്പെടുത്തലുണ്ടായിരുന്നു ചക്രപാണിയുടെ സ്വരത്തിൽ. അല്ല സാർ, അവർ എവിടെ എത്തിയെന്നറിയാൻ. ഇപ്പോൾ തന്നെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തേര്. ഞാൻ ഉടനെ അങ്ങോട്ട് വരും. ചക്രപാണി കോൾ മുറിച്ചു. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചക്രപാണിയുടെ പോലീസ് ജീപ്പ് അവിടെ ബ്രേക്ക് ഇട്ടു. കോളിംഗ് ബെൽ അടിക്കുക പോലും ചെയ്യാതെ സ്വാതന്ത്ര്യത്തോടെ അയാൾ അകത്തു കടന്നു. TV കണ്ടുകൊണ്ടിരിക്കുന്ന വനിതയെ തീർത്തും അവഗണിച്ച് പ്രകാശ് ചന്ദ്രൻ്റെ മുറിയിലേക്ക് പോയി. എന്താ സാറേ കാര്യം? പ്രകാശ് ചന്ദ്രൻ അയാളെ തുറച്ചു നോക്കി. ഒരു രഹസ്യ വിവരം കിട്ടിയിട്ടുണ്ട്. നിന്നെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് നീക്കമുണ്ടായേക്കും. പ്രകാശ് ചന്ദ്രൻ നടുങ്ങി. ഫോണിൽ പറഞ്ഞാൽ അത് ടാപ്പ് ചെയ്യപ്പെട്ടേക്കും എന്ന് കരുതിയാ നേരിൽ വന്നത്. ഒക്കെ വിശദമായിട്ട് പിന്നീട് പറയാം. ചക്രപാണി വേഗം മടങ്ങി. എന്നാൽ അയാൾ സിറ്റൗട്ടിലിറങ്ങിയതും ഒരു ഇന്നോവ കാറും പോലീസ് ജീപ്പും പാഞ്ഞെത്തി. ചക്രപാണി പുരികം ചുളിച്ചു. ഇന്നോവയിൽ നിന്ന് ബാസുരചന്ദ്രന് പകരമെത്തിയ SP രാഹുൽ രാജ് ഇറങ്ങി. ഒരു ചെറുപ്പക്കാരൻ. കഴിഞ്ഞ ദിവസമാണ് ഇയാൾക്ക് ഇവിടെ പോസ്റ്റിംഗ് കിട്ടിയതെന്ന് ചക്രപാണി ഓർത്തു. അയാൾ പെട്ടെന്ന് അറ്റൻഷനായി. സാർ. രാഹുൽ രാജ് ഒന്ന് മൂളിക്കൊണ്ട് പാൻസ് അല്പം മുകളിലേക്ക് വച്ച ശേഷം അയാളെ അടിമുടിയൊന്ന് നോക്കി. ചക്രപാണി അല്ലേ? സാർ. ഞാൻ തന്നെയൊന്ന് വിളിപ്പിക്കണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു സാർ. ജീപ്പിൽ നിന്ന് കൊട്ടാരക്കര SIയും സംഘവും കൂടി ഇറങ്ങി. ചക്രപാണിക്ക് അപകടം മണത്ത് കഴിഞ്ഞിരുന്നു. ഈ വരവ് പ്രകാശ് ചന്ദ്രനെ ഉദ്ദേശിച്ചു തന്നെയാവണം. താനെന്താ ഇവിടെ? രാഹുൽ രാജ് അയാളുടെ മുഖത്തേക്ക് നോട്ടം നട്ടു. സാർ, ഇന്നലെ രാത്രിയിൽ ഫേസ്ബുക്കിൽ ഞാനൊരു വീഡിയോ ക്ലിപ്പിംഗ് കണ്ടു. SI ആയിരുന്ന ചന്ദ്രശേഖരനെ SP ബാസുരചന്ദ്രൻ സാറിൻ്റെ മകൻ്റെ രൂപസാദൃശ്യമുള്ള ഒരാൾ കുത്തുന്നത്. രൂപസാദൃശ്യമല്ല ചക്രപാണി, അത് അവൻ തന്നെയാ. പ്രകാശ് ചന്ദ്രൻ രാഹുൽ രാജ് കടപ്പല്ലമർത്തി. എന്നിട്ട് അവൻ എന്തിയോടോ? സാർ, അവനെ പൊക്കാൻ വേണ്ടി വന്നതായിരുന്നു ഞാൻ. നമ്മുടെ ഒരു സബോർഡിനേറ്റിനെ കുത്തിക്കൊന്നിട്ട് അവനെ അങ്ങനെ വിടാൻ പറ്റുമോ? എന്നാൽ അവനിവിടെ ഇല്ലേ സാർ. എവിടെ പോയി? എവിടെ പോയി? ചക്രപാണി പറഞ്ഞത് വിശ്വാസം വരാത്ത ഭാവമായിരുന്നു രാഹുൽ രാജിന്. അവനെക്കുറിച്ച് ഇപ്പോൾ അവൻ്റെ മമ്മിക്ക് പോലും ഒന്നും അറിയില്ല. എൻ്റെ ബലമായ സംശയം അവനും അപകടത്തിൽപ്പെട്ടെന്നാണ്. വാട്ട് ഡു യു മീൻ? SPക്ക് മനസ്സിലായില്ല. സാർ, ചക്രപാണി വിശദീകരിച്ചു. ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞ് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു പ്രകാശ്. ഇന്നലെ രാത്രിയിൽ ആരോ ഇവിടെ വന്നു പോലും. അവർ അവനുമായി കുറച്ചു നേരം സംസാരിക്കുകയും ആയുർവേദ ചികിത്സയിലൂടെ ആരോഗ്യം വീണ്ടെടുത്ത് നൽകാമെന്ന് പറഞ്ഞ് പ്രകാശിനെ കൂട്ടിക്കൊണ്ടുപോയെന്ന്. പക്ഷേ വന്നത് ആരാണെന്നോ കൊണ്ടുപോയത് എവിടേക്കാണെന്നോ അവൻ്റെ മമ്മിക്കറിയില്ല. പ്രകാശ് ഒന്നും പറഞ്ഞിട്ടുമില്ല. ഇതൊക്കെ ശരിയാണോ എന്നറിയാൻ ഞാൻ ഈ വീട് മുഴുവൻ അരിച്ചു പെറുക്കി. പിന്നെ മടങ്ങാൻ ഭാവിക്കുകയായിരുന്നു. ഇത്തിരി ഉച്ചത്തിലാണ് ചക്രപാണി പറഞ്ഞത്. മുറിക്കുള്ളിലിരുന്ന പ്രകാശ് ചന്ദ്രൻ അത് കേട്ടു. വടിയൂന്നി അവൻ വനിതയുടെ അടുത്തെത്തി. ചക്രപാണി സാർ പറഞ്ഞത് കേട്ടല്ലോ. നിങ്ങൾ വേഗം അങ്ങോട്ട് ചെല്ല്. ആ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് SPയോട് പറ. വനിത പക്ഷേ മടിച്ചു. നോക്ക്. പ്രകാശ് ചന്ദ്രൻ്റെ കണ്ണുകൾ ചുവന്നു. ചന്ദ്രശേഖരനെ കൊന്ന കുറ്റത്തിന് ആ SP എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നാൽ അതിൻ്റെ കൂടെ ഒരു കൊലപാതകം കൂടി നിങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിക്കരുത്. അവൻ പെട്ടെന്ന് പോക്കറ്റിൽ സൂക്ഷിച്ചിരുന്ന റിവോൾവർ എടുത്തു കാണിച്ചു. എൻ്റെ തന്തയെന്ന് ഞാൻ കരുതിയിരുന്ന ആ മനുഷ്യൻ്റെ സർവീസ് റിവോൾവറാണിത്. നിങ്ങളെ ഇപ്പോൾ തന്നെ ഞാനങ്ങ് തീർത്തേക്കട്ടെ. പ്രകാശ് ചന്ദ്രൻ്റെ മുഖത്തെ അസുരഭാവം കണ്ടപ്പോൾ അവൻ ഒന്നിനും മടിക്കില്ലെന്ന് വനിതയ്ക്ക് ഉറപ്പായി. പുറത്ത് SP രാഹുൽ രാജിൻ്റെ സ്വരം പിന്നെയും കേട്ടു. എങ്കിൽ നിങ്ങൾ ബാസുരചന്ദ്രൻ സാറിൻ്റെ ഭാര്യയെ ഇങ്ങോട്ടൊന്ന് വിളിക്കൂ ചക്രപാണി. വേഗം ചെല്ല്. പ്രകാശ് ചന്ദ്രൻ്റെ വിരൽ റിവോൾവറിൻ്റെ ട്രിഗറിലേക്ക് തെന്നി നീങ്ങി. മകനെ കടുപ്പിച്ചൊന്ന് നോക്കിയിട്ട് വനിത വാതിലിക്കലെത്തി. രാഹുൽ രാജ് അവരെ നോക്കി. പ്രകാശ് ചന്ദ്രൻ എവിടെയാണ്? അറിയില്ല സാർ. വനിത ചക്രപാണി പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞു. ചക്രപാണിയുടെ മുഖത്ത് ഒരു വിജയഭാവം. SP ചിന്തയോടെ തലയാട്ടി. എന്നിട്ട് നിർദ്ദേശിച്ചു. ബാസുരചന്ദ്രൻ സാറിനോടുണ്ടായിരുന്ന സകല ബഹുമാനവും വെച്ചുകൊണ്ട് പറയുകയാണ് ഞാൻ. നിങ്ങളുടെ മകനൊരു ക്രിമിനലാണ്. ബോൺ ക്രിമിനൽ. അവനെക്കുറിച്ച് ഞാൻ കൂടുതൽ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ അവൻ എപ്പോൾ ഇവിടെ വന്നാലും ഉടനെ എന്നെ അറിയിക്കണം. ഒരു SPയുടെ ഭാര്യയായിരുന്ന മാഡത്തോട് ഇത് പറഞ്ഞു തരേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം. കൂടുതൽ തെറ്റുകളിലേക്ക് അവൻ ചെന്ന് ചാടുന്നതിന് മുമ്പ് തടഞ്ഞില്ലെങ്കിൽ. വനിത മിണ്ടിയില്ല. എന്താ മാഡത്തിന് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? രാഹുൽ രാജിൻ്റെ സ്വരം മാറി. മനസ്സിലായി സാർ. അവനെക്കുറിച്ച് എനിക്കറിയാവുന്നതൊക്കെ ഞാൻ സാറിനോട് പറഞ്ഞിരിക്കും. ചക്രപാണിയെ ഇടം കണ്ണിട്ട് ഒന്ന് നോക്കിയിട്ടാണ് അവർ സമ്മതിച്ചത്. ചക്രപാണിയുടെ ഉള്ളിൽ ഒരാന്തലുണ്ടായി. വനിത എല്ലാം പറഞ്ഞാൽ
മകനെ ഒഴിവാക്കി ഇവൾ തൻ്റെ കാര്യം എസ് പിയോട് സൂചിപ്പിച്ചാൽ തൻ്റെ കാര്യത്തിലും അതോടെ ഒരു തീരുമാനമാകും. അപ്പോൾ പറഞ്ഞതുപോലെ SP പിന്തിരിഞ്ഞ് കാറിൽ കയറി. കൊട്ടാരക്കര പോലീസ് ജീപ്പിലും. ചക്രപാണി ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. അപ്പോൾ ഇന്നോവയുടെ പിന്നിലെ വിൻഡോ താഴ്ത്തി SP വിളിച്ചു. ചക്രപാണി സാർ. അയാൾ വണ്ടിക്കടുത്തേക്ക് വേഗം ചെന്നു. നിങ്ങളുടെ സർവീസ് റെക്കോർഡുകളിൽ പല തിരുത്തലുകളും ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് സാർ. ചക്രപാണി അമ്പരപ്പ് ഭാവിച്ചു. ഹെഡ് കോൺസ്റ്റബിൾ അശോകൻ എവിടെയാണ്? SP അയാളുടെ കണ്ണുകളിലേക്ക് നോട്ടം നട്ടു. അറിയില്ല സാർ. ഇന്നലെ രാത്രിയിൽ സ്റ്റേഷനിൽ വെച്ച് ഞാൻ കണ്ടിരുന്നു. അത് സത്യമാണ്. പക്ഷേ പിന്നീട് എന്താണ് ഉണ്ടായതെന്ന് എനിക്കറിയണം. ഞാൻ അന്വേഷിക്കാം സാർ. വേണമെന്നില്ല. ഞാൻ തിരച്ചിൽ തുടങ്ങിക്കഴിഞ്ഞു. പിന്നെ നാളെ രാവിലെ ഷാർപ്പ് 8:30 നിങ്ങൾ എൻ്റെ ഓഫീസിലെത്തിയിരിക്കണം സാർ. എത്താം. ഇന്നോവ മുറ്റത്ത് വട്ടം ചുറ്റി തിരിഞ്ഞ് റോഡിലേക്ക് ഇറങ്ങി. പിന്നാലെ ജീപ്പും. ചക്രപാണി അമർഷത്തോടെ പല്ലിറുമി. കോപ്പ്. ഒരു SP വന്നിരിക്കുന്നു. അവൻ നോക്കിയാൽ ഞാൻ മര്യാദ പഠിക്കുമോ? അവനേക്കാൾ വലിയവനൊക്കെ മണ്ണടിഞ്ഞു. പിന്നെയാ വനിതയെ നോക്കിയാണ് അയാൾ പറഞ്ഞത്. അവർ മിണ്ടിയില്ല. പ്രകാശേ, ഞാൻ ഇറങ്ങുക. അല്ലെങ്കിൽ സംശയം തോന്നിയിട്ട് ആ SP പിന്നെയും വന്നാലോ? ശരി സാർ. വാതിലിന് പിന്നിൽ നിന്ന് പ്രകാശ് ചന്ദ്രൻ തലനീട്ടി. ചക്രപാണി വാതിൽ പുറത്തുനിന്ന് വലിച്ചടച്ചു. പ്രകാശ് ചന്ദ്രന് ദേഷ്യം വനിതയോടായി. തള്ളേ, നിങ്ങൾക്കെന്താ ആ SP യോട് പറയാനുള്ളത്? നിങ്ങളുടെ ഭർത്താവിനെയും കൊന്നത് ഞാനാണെന്നോ? എങ്കിൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് നാവ് അനക്കേണ്ടി വരില്ല കേട്ടോ. വടികുത്തി അവൻ അവരുടെ തൊട്ട് മുമ്പിലെത്തി. വനിതയ്ക്ക് വിഷമവും സങ്കടവും വന്നു. പ്രകാശേ, ഞാൻ ആരാണ് നിൻ്റെ? എൻ്റെ ക്ഷമയ്ക്കും സഹനത്തിനുമൊക്കെ ഒരു അതിരുണ്ട്. അളമുട്ടി നിൽക്കുക ഞാൻ. വേണ്ടി വന്നാൽ എല്ലാം ഞാൻ SP മുന്നിൽ തുറന്ന് പറയുക തന്നെ ചെയ്യും. പ്രകാശ് ചന്ദ്രൻ്റെ കണ്ണുകൾ കത്തി. ആഹാ, നിങ്ങൾ പറയും അല്ലേ? എങ്കിൽ അതൊന്ന് കാണട്ടെ. അവൻ അവരെ പിടിച്ച് ഒറ്റത്തള്ളു. വനിത വേച്ചു പോയി. മുന്നിൽ കിടന്നിരുന്ന സെറ്റിയിൽ തട്ടി അവർ തറയിൽ കമിഴ്ന്നു വീണു. ഞാൻ പറയുമെടാ, പറയും. തറയിൽ കിടന്നുകൊണ്ട് അവർ ചീറി. എല്ലാം വിളിച്ചു പറയും. നിന്നെക്കുറിച്ച് അദ്ദേഹം ഒത്തിരി കാര്യങ്ങൾ അന്വേഷിച്ചു വച്ചിരുന്നു. നീ ചെയ്ത കൊലപാതകങ്ങൾ, അവയവങ്ങൾ അറുത്തെടുക്കാൻ വേണ്ടി ചെയ്തതടക്കം, പിന്നെ നിന്റെ മയക്കുമരുന്ന് വ്യാപാരം എല്ലാം അവയൊക്കെ ഒരു ഫയലിൽ ഭദ്രമായുണ്ട്. ഇനി നീ എൻ്റെ മകനല്ല. എൻ്റെ മനസ്സിൽ നിനക്കൊരു സ്ഥാനവുമില്ല. വനിത ശക്തമായി കിതച്ചു. നിന്നെ മാത്രമല്ല, ആ ചക്രപാണിയും ശശാങ്കനും മറ്റും അടങ്ങുന്ന നിൻ്റെയൊക്കെ കോക്കസ് ഉണ്ടല്ലോ, അതെല്ലാം തകർക്കും ഞാൻ. കോഴിക്കോടിന് പോയിരിക്കുന്ന ശശാങ്കനും മറ്റും കാവേരിയെയും മക്കളെയോ ഒന്ന് തൊടാൻ പോലും കഴിയും മുമ്പ് അവരിൽ പിടി വീണിരിക്കും. വനിത ചാടി എണീറ്റു. തൻ്റെ മുറിയിലേക്ക് പോകാൻ ഭാവിച്ചു. എങ്കിലിനി നീയും ജീവിക്കാനിടേ, അലറിപ്പോയി പ്രകാശ് ചന്ദ്രൻ. വനിത ഞെട്ടിത്തിരിഞ്ഞു. ആ ക്ഷണം വടി വീശിയടിച്ചു പ്രകാശ് ചന്ദ്രൻ. ആ വനിതയുടെ മുഖത്തുനിന്ന് ചോര ചീറ്റി. അവർക്ക് തല കറങ്ങി. ഭാരമില്ലാത്തൊരു വസ്തു കണക്കെ അവർ സെറ്റിയിലേക്ക് ഇരുന്നു. നീ എന്നെ ഒറ്റിക്കൊടുക്കും അല്ലേടി? അണപ്പല്ല് കടിച്ചമർത്തിക്കൊണ്ട് പ്രകാശ് ചന്ദ്രൻ അവരുടെ അടുത്തേക്ക് തിരുക്കത്തിലിരുന്നു. പിന്നെ അവരുടെ കഴുത്തിലൂടെ കൈപ്പടം ചുറ്റി മുറുക്കി. വിടടാ, അവർ പിടഞ്ഞു. ആ ശബ്ദം വ്യക്തമാകാതെ പുറത്തു ചാടി. വിടാനോ? നിങ്ങളെയോ? അവൻ കൈ പിന്നെയും മുറുക്കി. വനിത ആ കയ്യിൽ പിടിച്ചു വലിച്ചു മാറ്റാൻ ശ്രമിച്ചു. പക്ഷേ പ്രകാശ് ചന്ദ്രൻ വിട്ടില്ല. വനിതയുടെ കണ്ണുകൾ തുറച്ചു വന്നു. അവർ കൈകാൽ അടിച്ചു പിളഞ്ഞു. കണ്ണുകൾ നിറഞ്ഞു തൂവി. അടുത്ത നിമിഷം വാതിൽ തുറക്കപ്പെട്ടു. ഞെട്ടലോടെ പ്രകാശ് ചന്ദ്രൻ അവിടേക്ക് തിരിഞ്ഞു. ശിരസിലൊരു പ്രഹാരമേറ്റ പ്രതീതി. മുന്നിൽ ധനുഷും ഋഷികേശും. അവിടുത്തെ കാഴ്ച കണ്ട് അവരും ഒന്ന് പതറി. പിന്നെ പരസ്പരം നോക്കി. പ്രകാശ് ചന്ദ്രൻ്റെ കൈ അമ്മയുടെ കഴുത്തിൽ നിന്ന് അയഞ്ഞു. വല്ലാതെ ചുമച്ചുകൊണ്ട് വനിത കഴുത്തിൽ തടവി. ഒറ്റ സെക്കൻഡ് കൊണ്ട് സംയമനം വീണ്ടെടുത്ത പ്രകാശ് ചന്ദ്രൻ മിന്നൽ വേഗത്തിൽ ബാസുരചന്ദ്രൻ്റെ സർവീസ് റിവോൾവർ എടുത്തു. അത് അവർക്ക് നേരെ ചൂണ്ടിക്കൊണ്ട് അട്ടഹസിച്ചു. കൊള്ളാം, കൃത്യസമയത്ത് നീയൊക്കെ വന്നു. ഈ സ്ത്രീയെ കൊന്നു കഴിയുമ്പോൾ എനിക്ക് പോലീസിൻ്റെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കാൻ ഒരാളെ വേണമായിരുന്നു. ഇതിപ്പോൾ ഒരാൾക്ക് പകരം 2 പേർ. എൻ്റെ അമ്മയെ നിങ്ങൾ കൊന്നു. ഞാൻ നിങ്ങളെ വെടിവെച്ച് വീഴ്ത്തി. അങ്ങനെയല്ലെന്ന് തെളിയിക്കാൻ ഇവിടെ മറ്റാരുമില്ലല്ലോ. അവൻ ട്രിഗർ അമർത്താൻ ഭാവിച്ച നിമിഷമാണ് വനിത പെട്ടെന്ന് കണ്ണു തുറന്നത്. അവരെ തിരിച്ചറിഞ്ഞതും വനിത പ്രകാശ് ചന്ദ്രൻ്റെ കയ്യിൽ കടന്നു പിടിച്ചു. കർണകഠോരമായ ശബ്ദത്തോടൊപ്പം ചീറിയ ലക്ഷ്യം തെറ്റിയ ബുള്ളറ്റ് ഭിത്തിയിൽ ചെന്ന് തറച്ചു. വിടടി! ഇടം കൈ ചുരുട്ടി പ്രകാശ് ചന്ദ്രൻ വനിതയുടെ മുഖത്തിടിച്ചു. ഋഷികേശേ, വിളിച്ചുകൊണ്ട് ധനുഷ് പറഞ്ഞു. പ്രകാശ് ചന്ദ്രൻ്റെ കവിളടക്കം അടിവീണു. ഋഷികേശ് റിവോൾവർ തട്ടിത്തെറിപ്പിച്ചു. പിന്നെ ബലമായി ഇരുവരും ചേർന്ന് അവനെ വലിച്ചു പൊക്കി. വനിതയാൻറ്റി, ധനുഷ് എന്താ പറയാൻ ഭാവിച്ചു. പക്ഷേ വനിത തടഞ്ഞു. ഒന്നും പറയണ്ട, കൊണ്ടുപോയിക്കോ. നിങ്ങളുടെ അച്ഛനെയും പിന്നെ വൈഷ്ണവനെയും കൊന്നത് ഇവനും കൂടി ചേർന്ന. കണ്ടില്ലേ, എന്നെയും കൊല്ലാൻ ഭാവിക്കുകയായിരുന്നു. മകനാണെങ്കിൽ പോലും ഒരിക്കലും നന്നാവില്ലെന്ന് ഉറപ്പുള്ള ഒരുത്തനെ വച്ചേക്കരുത്. അവരുടെ വാക്കുകൾ കേട്ട് ധനുഷും ഋഷികേശും വിസ്മയിച്ചു. ദേ തള്ളേ! പ്രകാശ് ചന്ദ്രൻ ചീറിക്കുതറി. ധനുഷും ഋഷികേശും വിട്ടില്ല. വനിത തുടർന്നു. കൊണ്ടുപോയിക്കോ മക്കളെ, കൊണ്ടുകൊന്നേരെ. പക്ഷേ എൻ്റെ മുന്നിൽ വെച്ചാകരുതെന്ന് മാത്രം. ഞാനൊരിക്കലും നിങ്ങളെ ഒറ്റിക്കൊടുക്കില്ല. ഇനി ഒന്നും പറയാനില്ലാത്ത പോലെ കഴുത്തിൽ തടവിക്കൊണ്ട് വനിത എഴുന്നേറ്റ് പോയി. എടാ, നിനക്കൊക്കെ എന്നെ അറിയില്ല, പ്രകാശ് ചന്ദ്രൻ ഭീഷണി മുഴക്കി. അടുത്ത സെക്കൻഡിൽ ധനുഷ് കാൽമുട്ടുകൊണ്ട് ഒറ്റയിടി പ്രകാശ് ചന്ദ്രൻ്റെ വയറ്റത്ത്. ഹാ! അവ മുന്നോട്ട് വളഞ്ഞു. ധനുഷും ഋഷികേശും ചേർന്ന് അവൻ്റെ കൈകൾ പിന്നോട്ട് ബന്ധിച്ചു. പിന്നെ കാലുകളും. തുടർന്ന് ഋഷികേശ് ഒരു ചെറിയ ബോട്ടിൽ ഫ്ലക്സ് ക്വിക്ക് ഗം എടുത്ത് തുറന്നു. അത് പ്രകാശ് ചന്ദ്രൻ്റെ ചുണ്ടുകളിൽ പുരട്ടി. എന്നിട്ട് ചുണ്ടുകൾ ചേർത്ത് പിടിപ്പിച്ചു.
2 സെക്കൻഡ് അവൻ്റെ ചുണ്ടുകൾ തമ്മിൽ ഒട്ടിപ്പിടിച്ചു. പ്രകാശ് ചന്ദ്രൻ തലയിട്ടടിച്ചു. അവൻ്റെ മൂക്കിലൂടെ മാത്രം ഒരു ശബ്ദം പുറത്തു വന്നു. ധനുഷ് തിടുക്കം കൂടാതെ അവനെ ഉയർത്തി തോളിലിട്ടു. പ്രകാശ് ചന്ദ്രൻ ബന്ധനത്തിലായ കൈക്കാലുകൾ അടിച്ചു പിടഞ്ഞു. എന്നാൽ ധനുഷ് അവനെ മുറുകെ പിടിച്ചു തോളിൽ അമർത്തി. അവർക്ക് തൊട്ടുപിന്നിൽ ഋഷികേശുമുണ്ടായിരുന്നു. അവർ സിറ്റൗട്ട് ഇറങ്ങിയതും ഒരു കറുത്ത എക്സ്യുവി റിവേഴ്സിൽ വന്ന് തൊട്ടുമുന്നിൽ നിർത്തി. ഋഷികേശ് അതിൻ്റെ ഡോർ തുറന്നു പിടിച്ചു. ധനുഷ് പ്രകാശ് ചന്ദ്രനെ അതിനുള്ളിലേക്കിട്ടു. പിന്നെ ഡോർ വലിച്ചടച്ചു. എന്നിട്ട് മധ്യഭാഗത്തെ സീറ്റിലേക്ക് കയറി. മുന്നിൽ ഡ്രൈവറോടൊപ്പം സലീം മുഹമ്മദ് ഉണ്ടായിരുന്നു. പോകാം, അയാൾ ഡ്രൈവർക്ക് നിർദ്ദേശം നൽകി. എക്സ്യുവി മെല്ലെ റോഡിലേക്ക് ഇറങ്ങി. ആ യാത്ര അവസാനിച്ചത് കൊട്ടേപ്പാറയിലെ പാറമടയിലായിരുന്നു. അങ്കിൽ ഇതിൽ തന്നെ ഇരുന്നോളൂ, ഞങ്ങൾ പ്രകാശിനെ ശരിക്കൊന്ന് സൽക്കരിച്ചിട്ട് വേഗം എത്താം, ഋഷികേശ് പറഞ്ഞു. സലീം മുഹമ്മദ് സമ്മതിച്ചു. ഡോർ തുറന്ന് ധനുഷ് ഋഷികേശും ചേർന്ന് പ്രകാശ് ചന്ദ്രനെ പുറത്തേക്ക് വലിച്ചിട്ടു. പിന്നെ കാലുകളിലെ കെട്ടഴിച്ച് എഴുന്നേൽപ്പിച്ച് നിർത്തി. ഒന്നും സംസാരിക്കാനാവാതെ അവൻ മൂളിക്കൊണ്ടിരുന്നു. എത്ര ശ്രമിച്ചിട്ടും തൻ്റെ ചുണ്ടുകൾ വിടർത്താൻ അവന് കഴിഞ്ഞില്ല. വാടാ, നമുക്കൊന്ന് നടക്കാം, ധനുഷ് അവനെ മുന്നോട്ട് തള്ളി. ഋഷികേശ് വണ്ടിയിൽ നിന്ന് ഒരു ഭാഗം എടുത്ത് തോളിലിട്ടു. എന്നാൽ പ്രകാശ് ചന്ദ്രൻ നിന്നിടത്തു നിന്ന് അനങ്ങിയില്ല. ഇരുവരും ചേർന്ന് അവനെ മുന്നോട്ട് വലിച്ചിഴച്ചു. പൊട്ടിച്ചിട്ടിരുന്ന പാറകളിൽ ചവിട്ടി മുകളിലേക്ക്. അവസാനം അവർ ഒരിടത്തെത്തി നിന്നു. ഓർമ്മയുണ്ടോടാ നിനക്ക് ഈ സ്ഥലം? ഋഷികേശ് പ്രകാശ് ചന്ദ്രൻ്റെ താടിക്കൊന്ന് തട്ടി. ഞങ്ങളുടെ അച്ഛനെ നീയൊക്കെ കൊലപ്പെടുത്തിയത് ഇവിടെ വെച്ചാ. സൂക്ഷിച്ചു നോക്കിയാൽ അച്ഛൻ്റെ ചോര ഉണങ്ങി പറ്റി പിടിച്ചിരിക്കുന്നത് കാണാമെടാ, ഋഷികേശ് കടപ്പല്ലമർത്തി. പ്രകാശ് ചന്ദ്രൻ്റെ തലച്ചോറിൽ ഒരു കൊടുങ്കാറ്റിരമ്പി. ആ ഇരമ്പലിനിടയിൽ അവൻ അന്നത്തെ രാത്രി കണ്ടു. അവൻ എന്തോ മൂളി. ഋഷി, ധനുഷ് വിളിച്ചു. ഇനി ഇവൻ്റെ വായങ്ങ് വലിച്ചു കീറ്. ഇവന് പറയാനും നമുക്ക് കേൾക്കാനും ഇനിയും ചിലതുണ്ടല്ലോ. ഋഷികേശ് ബാഗിൽ നിന്ന് ഒരു കടാര എടുത്തു. പ്രകാശ് ചന്ദ്രനെ ഒരു പാറയിലേക്ക് ചവിട്ടി പിടിച്ചുകൊണ്ട് ഒട്ടിയ ചുണ്ടുകളുടെ സൈഡിലേക്ക് കടാരമുന കയറ്റിയ ശേഷം ഒറ്റവലി. ഹാ! പ്രകാശ് ചന്ദ്രൻ നിലവിളി പുറത്തു വന്നു. അവ്യക്തമായ നാട്ടുവെളിച്ചത്തിലും അവൻ്റെ ചുണ്ടുകളിൽ ചോരയിൽ തിളക്കം അവർ കണ്ടു. എന്നെ കൊല്ലാനാണ് തീരുമാനമെങ്കിൽ അതിൻ്റെ പ്രത്യേകത വളരെ വലുതായിരിക്കുമെടാ. ആ അവസ്ഥയിലും പ്രകാശ് ചന്ദ്രൻ ഭീഷണി മുഴക്കി. കോഴിക്കോടിന് പോയിട്ടുണ്ടാ എൻ്റെ ആളുകൾ. നിന്റെ അമ്മയും പെങ്ങളെയും ഇന്ന് വൈകിട്ടും അവിടെ കണ്ടവരുണ്ട്. അവർ രണ്ടുപേരും ഇപ്പോൾ എൻ്റെ ആളുകളുടെ പിടിയിലായി കാണും. ധനുഷ് അല്പം ഉച്ചത്തിൽ ചിരിച്ചു. അവർ വരുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാടാ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. അവർക്കുള്ള സ്വീകരണ പരിപാടികൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് എന്താണെന്ന് പക്ഷേ പ്രകാശ് ചന്ദ്രന് മനസ്സിലായില്ല. അവൻ്റെ ചുണ്ടിൽ നിന്ന് ചോര താടിയിലേക്ക് ഒലിച്ചിറങ്ങി. ഞങ്ങൾക്കും നിനക്കും സമയം വിലപ്പെട്ടതാ പ്രകാശേ. ഞങ്ങൾക്ക് വളരെ പെട്ടെന്ന് അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഹെഡ് കോൺസ്റ്റബിൾ അശോകൻ സാറ് ഇപ്പോൾ എവിടെയുണ്ട്? പ്രകാശ് ചന്ദ്രൻ ചിരിച്ചു. അവൻ എപ്പോഴേ നരകത്തിൽ എത്തിയിട്ടുണ്ടാവും. അവൻ്റെ പിന്നാലെ തന്നെ നിങ്ങളും അങ്ങ് ചെല്ലുമല്ലോ. അപ്പോൾ ബാക്കി നേരിട്ടറിയാം. അത് കേട്ട് ഋഷികേശിന് പെരുത്തു കയറി. നിന്റെ അഹങ്കാരത്തിന് ഇപ്പോഴും യാതൊരു കുറവുമില്ലല്ലോടാ, ചോദിച്ചതും അവൻ പ്രകാശ് ചന്ദ്രൻ്റെ തല പിടിച്ച് ഒരു പാറയിൽ ചേർത്തിടിച്ചു. ഹാ! അലറിപ്പോയി പ്രകാശ് ചന്ദ്രൻ. ആ ശബ്ദം താഴ്വാരത്ത് വരെ പ്രകമ്പനം തീർത്തു. അവൻ്റെ തലച്ചോറിനുള്ളിൽ നക്ഷത്രങ്ങൾ മിന്നി. ചോദിക്കും മുമ്പ് തന്നെ ഉത്തരം പറഞ്ഞോണം, ഇല്ലെങ്കിൽ ഇഞ്ചിഞ്ചായി നിന്നെ ഞങ്ങൾ ചതയ്ക്കും, ധനുഷ് ഓർമ്മിപ്പിച്ചു. ഒപ്പം അവൻ്റെ കഴുത്തിന് മുൻഭാഗത്ത് കഴിച്ചുരുട്ടി ഒരിടി. ഹോ! ഒരു പട്ടിയുടേത് കണക്കെ അവൻ്റെ നാവ് പുറത്തേക്ക് ചാടി. നിലവിളി തൊണ്ടയിൽ കുരുങ്ങി. പറയടാ, എവിടെയാടാ അശോകൻ സാറ്? ഋഷികേശ് ചുരുട്ടി. ഞാൻ പറയാം, പ്രകാശ് ചന്ദ്രൻ സമ്മതിച്ചു. തുടർന്ന് നടന്നതൊക്കെ പറഞ്ഞു. നടുങ്ങി നിന്ന് പോയി ധനുഷും ഋഷികേശും. എത്ര നീചമായിട്ടാണിവർ അശോകചന്ദ്രൻ സാറിനെ കൊന്നത്. എങ്കിൽ വാടാ, നമുക്ക് കുറച്ചുകൂടി മുകളിലേക്ക് കയറാം. അവർ അവനെ പിടിച്ച് കുന്നിൻ്റെ നെറുകിലെത്തിച്ചു. അവിടെ നിന്ന് നോക്കിയപ്പോൾ താഴെ വിശാലമായ കുളം കണ്ടു. ധനുഷിനും ഋഷികേശിനും മനസ്സ് നേറി. അച്ഛനെ നിഷ്കരണം ഇവന്മാർ കൊന്നു തള്ളിയ കുളം. ഋഷികേശ് ബാഗിൽ നിന്നൊരു വലിയ പ്ലാസ്റ്റിക് കവർ റോൾ എടുത്തു. പ്രകാശ് ചന്ദ്രൻ നോക്കി നിൽക്കെ 2 മീറ്റർ നീളത്തിൽ 4 കഷ്ണങ്ങളായി അതിൽ കുറച്ച് ഭാഗം മുറിച്ചെടുത്തു. അവയുടെ അഗ്രത്തിൽ സാമാന്യം വലിയ പാറക്കല്ലുകൾ വെച്ചുകെട്ടി. കുറച്ചുകൂടി അങ്ങോട്ട് നീങ്ങി നിൽക്കടാ. അവർ അവനെ പാറയുടെ വിളിമ്പിലേക്ക് തള്ളി നിർത്തി. താഴേക്ക് നോക്കിയ പ്രകാശ് ചന്ദ്രൻ്റെ മനസ്സിൽ ഭീതിയുടെ ഇടി മുഴങ്ങി. ഇവിടെ നിന്ന് കാൽ വഴുതിയാണെങ്കിലും താഴേക്ക് വീണാൽ അവൻ പെട്ടെന്ന് അടവ് മാറ്റി. ധനുഷേ, ഋഷികേശേ, എന്നെ കൊല്ലരുത്. നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ തരാം, മരിച്ചുപോയവരുടെ പ്രാണനൊഴികെ. ധനുഷ് തല കുടഞ്ഞു. അതിൻ്റെയൊക്കെ നേരെ കഴിഞ്ഞു പോയുടെ പ്രകാശേ. ഒരിക്കൽ നിന്നോട്ടുള്ള കണക്ക് അവസാനിപ്പിച്ച് മടങ്ങിയതാ ഞങ്ങൾ. അതിനുശേഷമെങ്കിലും നീ നന്നാകുമെന്ന് കരുതി. രക്ഷയില്ല. പട്ടിയുടെ വാല് പോലെ നീ നേരെയാവത്തില്ല. ഒന്ന് നിർത്തിയിട്ട് കലിപ്പോടാവാൻ തുടർന്നു. ഇപ്പം തന്നെ ഞങ്ങൾ മടങ്ങി വരണമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ നീയൊക്കെ ഞങ്ങളുടെ വീട് കയ്യേറുകയും ഞങ്ങളെ തിരക്കി കോഴിക്കോടിന് വരുമെന്ന് ഉറപ്പായതും കൊണ്ട് വന്നതാ. പക്ഷേ അപ്പോഴും കൊലപാതക എന്ന അജണ്ട ഞങ്ങൾക്കില്ലായിരുന്നു. ബാക്കി പറഞ്ഞത് ഋഷികേശാണ്. എന്നാൽ അശോകൻ സാറിനെ നീയൊക്കെ കൊന്നത് ഞങ്ങൾ കാരണമല്ലേ അദ്ദേഹത്തിന് അങ്ങനെ ഒരു അവസ്ഥയുണ്ടായത്? ഋഷികേശ് പ്രകാശ് ചന്ദ്രൻ്റെ കവിളിൽ ഒന്നുകൂടി തട്ടി. നേരെ നോക്കടാ, ഞങ്ങൾ കാരണം ഒറ്റയാൾ കൂടി ഇനി മരിക്കാൻ പാടില്ലടാ. അതിന് വേണ്ടത് എന്താ? ഉപദേശിച്ചാലൊന്നും നീയൊന്നും നേരെയാത്തുമില്ല. അവസാനം ഞങ്ങൾ ഒന്ന് തീരുമാനിച്ചു, ഈ വഴി. അവർ ഇരുവരും ചേർന്ന് പ്രകാശ് ചന്ദ്രൻ്റെ കാലുകളിൽ കല്ലുകെട്ടിയ 2 കയറുകളുടെ അഗ്രങ്ങൾ കെട്ടി. വേണ്ട ധനുഷേ, പ്ലീസ്, ഞാനിനി ആരെയും കൊല്ലത്തില്ല, സത്യം. തൻ്റെ അന്ത്യബോധ്യമായ പ്രകാശ് ചന്ദ്രൻ വിളറിപ്പിടിച്ചു.
നിന്നെ വിശ്വസിക്കാൻ പറ്റത്തില്ല, ധനുഷ് പുച്ഛിച്ചു. സ്വന്തം അമ്മയെപ്പോലും അല്പം മുമ്പ് കൊല്ലാൻ ശ്രമിച്ചവനല്ലേ നീ? മാത്രമല്ല ഒരു തലമുറയെ മുഴുവൻ മയക്കുമരുന്നിന് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നവൻ. ഇല്ല പ്രകാശേ, ഒരിക്കലും. ദയയ്ക്ക് അർഹരല്ല നീയും നിന്റെ കൂട്ടാളികളും. ഇല്ല, ഞാനീ പറയുന്നത് സത്യമാടാ. ഞാനിനി നേരായ വഴിക്ക് ജീവിച്ചോളാം. മയക്കുമരുന്നിൻ്റെ ബിസിനസ് നിർത്തിക്കോളാം. ഒരേ ഒരു അവസരം കൂടി താ എനിക്ക്. മാത്രമല്ല അശോകൻ സാറിനെ കൊല്ലാൻ നേരത്ത് ഞാൻ അവിടെ ഇല്ലായിരുന്നു താനും. ഇല്ല, ഋഷികേശ് തീർത്തു പറഞ്ഞു. നീ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ കുറെ കൂടി ക്രൂരമായിരുന്നേനെ അദ്ദേഹത്തിൻ്റെ മരണം. കൂടാതെ എല്ലാത്തിനും ചുക്കാൻ പിടിച്ചതും നീയായിരുന്നു. ചിത്രഗുപ്തൻ്റെ ആയുസിൻ്റെ പുസ്തകത്തിൽ നിന്റെ ചാപ്റ്റർ ക്ലോസ്. അവർ പ്രകാശ് ചന്ദ്രൻ്റെ കൈകളിലെ കെട്ടും അഴിച്ചു. അവിടെയും കല്ലുകൾ കെട്ടിയ കയറുകൾ ബന്ധിച്ചു. അപ്പോൾ നിന്റെ ആത്മാവിന് പോലും നിത്യശാന്തി കിട്ടാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഗുഡ് ബൈ. പറഞ്ഞതും ഇരുവരും ഒന്നിച്ചു ചാടി പ്രകാശ് ചന്ദ്രൻ്റെ നെഞ്ചിൽ ഒറ്റച്ചവിട്ട്. ആ പാറയുടെ നെറുകയിൽ നിന്നും അവൻ പിന്നോട്ട് വേച്ചു. കല്ലുകൾ അതിദ്രുതം അവനെ താഴേക്ക് കൊണ്ടുപോയി. താഴെ പാറക്കുളത്തിൽ ആ ശരീരം പതിക്കുന്നതിൻ്റെ നേരിയ ശബ്ദമേ കേട്ടുള്ളൂ. ഒപ്പം വെള്ളം ഇളകുന്നതും മങ്ങിയ വെളിച്ചത്തിൽ പൊട്ടുപോലെ അവർ കണ്ടു. പോകാം. ധനുഷും ഋഷികേശും കൈകൾ ചേർത്ത് പിടിച്ച് താഴേക്ക് നടന്നു. കുളിരുള്ള ഒരു കാറ്റ് വീശി. ആ നേരത്ത് കക്കയത്ത്. ജംഗ്ഷൻ നിശബ്ദമായിരുന്നു. വളരെ സാവധാനം വന്ന റേഞ്ച് റോവറും TUVയും പിറ്റി ഹോട്ടലിന് മുന്നിൽ നിന്നു. ഓടനാവട്ട ശശാങ്കനും ഐസ് തമ്പിയും അടങ്ങുന്ന സംഘം ഇറങ്ങി. ഹോട്ടലിന് പിന്നിൽ മറഞ്ഞു നിൽക്കുകയായിരുന്ന ഒരാൾ പുറത്തു വന്നു. നേരത്തെ തന്നെ പരിസര നിരീക്ഷണത്തിന് നിയോഗിച്ചിരുന്ന ഒരു കോഴിക്കോട് സ്വദേശി. അവർ അവിടെ തന്നെ ഉണ്ടല്ലോ? ശശാങ്കൻ ശബ്ദം താഴ്ത്തി തിരക്കി. ഉണ്ട്, പക്ഷേ ആൺപിള്ളേരെ മാത്രം കണ്ടില്ല, അയാൾ അറിയിച്ചു. ശശാങ്കൻ്റെയും തമ്പിയുടെയും നെറ്റി ചുളിഞ്ഞു. എങ്കിലും അമ്മയെയും പെങ്ങളെയും തനിച്ചാക്കി അവർ ഒരിടത്തേക്കും പോകില്ലെന്ന് അവർക്ക് തോന്നി. അമ്മയ്ക്കും പെങ്ങൾക്കും വേണ്ടിയാണല്ലോ അവന്മാർ ജീവിക്കുന്നത് തന്നെ. ശശാങ്കൻ ഒരിക്കൽ കൂടി സംഘങ്ങളെ ഓർമ്മപ്പെടുത്തി. യാതൊരു വിധത്തിലും ഒച്ചയുണ്ടാക്കാനുള്ള അവസരം അവർക്ക് കൊടുക്കരുത്. എല്ലാം മിന്നൽ വേഗത്തിലായിരിക്കണം. നമ്മൾ ഇവിടെ എത്തുമെന്ന യാതൊരു പ്രതീക്ഷയും ഇല്ലാത്തതിനാൽ നമ്മളെ മുന്നിൽ കാണുമ്പോൾ അവരൊന്ന് അമ്പരക്കും. അത് മാറുന്നതിന് മുമ്പ് സംഗതി നടന്നിരിക്കണം. തമ്പിയും ഗുണ്ടകളും തലയാട്ടി. പിന്നെ നേരത്തെ പുഞ്ചിരിയോടെ ശശാങ്കൻ കൂട്ടിച്ചേർത്തു. ആ പെണ്ണില്ലേ, കാവേരിയുടെ മോള് ദക്ഷിണ, അവളെ കയറ്റേണ്ടത് എൻ്റെ വണ്ടിയിലായിരിക്കണം. തമ്പി മനസ്സിലായതുപോലെ തലയാട്ടി. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അവളെ ഞങ്ങളുടെ വണ്ടിയിലേക്ക് മാറ്റി കയറ്റേണ്ടി വരും മുതലാളി. ശശാങ്കൻ അത് സമ്മതിച്ചു. എങ്കിൽ നീങ്ങാം. ശശാങ്കൻ തങ്ങൾക്ക് വിവരം തന്ന ആളിനെ നോക്കി. ഏതാ വീട്? ദാ അത്, അയാൾ കഴിച്ചുണ്ടി. റോഡിൽ നിന്ന് 25 മീറ്ററോളം ഉള്ളിൽ ജാതിത്തോട്ടത്തിനിടയിലൂടെ ഒരു ലൈറ്റ് കത്തി നിൽക്കുന്നത് അവർ കണ്ടു. തമ്പി, ശശാങ്കൻ്റെ ആ വിളി ഒരു അടയാളമായിരുന്നു. ശരി മുതലാളി. തമ്പി തൻ്റെ സൈന്യത്തോടൊപ്പം മതിലിന് പുറത്തുകൂടി ജാതിത്തോട്ടത്തിൽ കയറി. ഒരാൾ ഗേറ്റ് തുറന്നിട്ടു. 2 വാഹനങ്ങളുടെയും ഡ്രൈവർമാർ അതിൽ തന്നെ ഉണ്ടായിരുന്നു. സിഗ്നൽ കിട്ടിയാലുടൻ അകത്തേക്ക് പാഞ്ഞു ചെല്ലാൻ ശശാങ്കൻ ഗേറ്റ് വഴിയാണ് മുറ്റത്തേക്ക് കടന്നത്. തമ്പി സൈന്യത്തെ മുറ്റത്തിൻ്റെ വിവിധ കോണുകളിൽ വിന്യസിച്ചു. വാതിൽ തുറക്കപ്പെട്ടാലുടൻ ചാടി വീഴാവുന്ന അകലത്തിൽ ശശാങ്കൻ ചുറ്റുപാടും കണ്ണുകൾ കൊണ്ട് ഒഴിഞ്ഞു. പരിസരം ശാന്തമാണ്. നേരിയ തോതിൽ മഞ്ഞു പടരുന്നുണ്ട്. ആദ്യം ശശാങ്കനും തമ്പിയും സിറ്റൗട്ടിലേക്ക് കയറി. അതിനനുസരിച്ച് ഗുണ്ടകൾ അല്പം കൂടി മുന്നോട്ടെടുത്തു. തമ്പി കോളിംഗ് ബെല്ലിൻ്റെ സ്വിച്ച് അമർത്തി. അകത്ത് ശബ്ദം കേട്ടു. ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ ഹാളിൽ ലൈറ്റ് തെളിഞ്ഞു. തുടർന്ന് വാതിൽക്കലേക്ക് വരുന്ന പാദപതന ശബ്ദം. ആരാ? കാവേരിയുടെ ഒച്ച. ഞങ്ങളാ, തമ്പി ശബ്ദം മാറ്റി പറഞ്ഞു. ശശാങ്കനോ അതോ തമ്പിയോ? അകത്തു നിന്നുള്ള ചോദ്യം കേട്ടപ്പോൾ അവർ നടുങ്ങിപ്പോയി. ആ ക്ഷണം റോഡിലൊരു ബഹളം. അവർ ഞെട്ടിത്തിരിഞ്ഞു. ഡ്രൈവർമാരുടെ നിലവിളി, ആക്രോശങ്ങൾ, വണ്ടികളുടെ ഗ്ലാസുകൾ തല്ലിപ്പൊട്ടിക്കുന്ന ഒച്ച. തമ്പി, അലറിക്കൊണ്ട് ശശാങ്കൻ പിന്തിരിയാനാഞ്ഞു. ആ നിമിഷം വീടിനു ചുറ്റും ജാതിത്തോട്ടത്തോട് ചേർന്ന് അനേകം ലൈറ്റുകൾ തെളിഞ്ഞു. അടുത്ത നിമിഷം അവർ മറ്റൊന്നുകൂടി കണ്ടു. തങ്ങളെ വളഞ്ഞ് 50-ലധികം ആളുകൾ, കയ്യിൽ കുറുവടികൾ. നിങ്ങൾ കൊട്ടാരക്കരയിൽ നിന്ന് വന്നവരല്ലേ? ഒരാൾ ചിരിച്ചു. ഞങ്ങൾ ഈ നാട്ടുകാരാണേ. സ്റ്റേറ്റുകാരന്മാരെ ഇവിടെ വന്ന് വിളയാടിയേച്ച് പോയാൽ അതിൻ്റെ നാണക്കേട് ഞങ്ങൾക്കാ. ശശാങ്കൻ്റെ കണ്ണുകൾ വല്ലാതെ വെട്ടി. സുഹൃത്തുക്കളെ, അയാൾ എന്തോ പറയാനാഞ്ഞു. ചീ, നിർത്തടാ. നീ എന്താ പ്രസംഗിക്കാൻ പോവാണോ? വേണ്ട. ജനം മുന്നറിയിപ്പ് നൽകി. തങ്ങൾ കുടുങ്ങിയതെന്ന് തന്നെ ശശാങ്കനും തമ്പിക്കും സംഘത്തിനും ഉറപ്പായി. പൊടുന്നനെ ശശാങ്കൻ്റെ മുഖം മാറി. അയാൾ ഒരു പിസ്റ്റൾ വലിച്ചെടുത്തു. ഒറ്റയൊരുത്തൻ അനങ്ങരുത്, കൊന്നുകളയും ഞാൻ. ഞങ്ങളെ നിനക്കൊന്നും ശരിക്കറിയത്തില്ല. അയാൾ പല്ലിളിച്ചു. ആ ക്ഷണം ഒരു കുറുവടി വീശി വന്നു. ശശാങ്കൻ്റെ കയ്യിൽ അടിയേറ്റു. പിസ്റ്റൾ തെറിച്ചു വീണു. അയാൾ അതെടുത്തു. ഗുണ്ടകളും പെട്ടെന്ന് ആയുധങ്ങൾ വലിച്ചെടുത്തു. ജാഗരൂകരായി. ഞങ്ങളിൽ ഒരാളെ തൊട്ടാൽ ഇവിടെ ശവങ്ങൾ വീഴും, അവർ അലറി. കോപ്പ്, എന്നാൽ അങ്ങനെയൊന്ന് വീഴ്ത്തിക്കേടാ. പിസ്റ്റൾ എടുത്തയാൾ 2 അടി മുന്നിലേക്ക് വന്നു. ലുങ്കിയും ഷർട്ടും ധരിച്ചിരുന്ന അയാൾക്ക് ശിരസിൽ തോർത്തുകൊണ്ടൊരു കെട്ടുമുണ്ടായിരുന്നു. ശശാങ്കൻ അയാളെ സൂക്ഷിച്ചു നോക്കി. ആ കണ്ണുകളിൽ സംശയം മിന്നി. വീണ്ടും വീണ്ടും നോക്കി. ആ മനുഷ്യൻ ചിരിച്ചു. ഇങ്ങനെ നോക്കിയാലൊന്നും ആൾ മാറിപ്പോകത്തില്ല ശശാങ്ക. ഞാൻ തന്നെ, ഇർഫാൻ മുഹമ്മദ്. ഓർമ്മ വന്നോ? കണ്ണുകളിൽ സൂചിക്കുത്തേറ്റതുപോലെ ശശാങ്കൻ ഒന്ന് പതറി. ഇർഫാൻ മുഹമ്മദ് തുടർന്നു. കണക്കുകൾ പലതും ബാക്കിയുണ്ടെങ്കിലും നിന്നെയൊന്നും ഞാൻ കസ്റ്റഡിയിലെടുക്കില്ല. ജയിലിൽ കൊണ്ടുപോയി സർക്കാർ ചെലവിൽ തീറ്റിപ്പോറ്റില്ല. നിങ്ങളെ ഞാൻ വെറുതെ വിടുന്നു. പോയിക്കോ. അയാൾ കൈ ചൂണ്ടി. ആ വാക്കുകളിലും ശശാങ്കന് സംശയത്തിൻ്റെ ചൂരടിച്ചു. ഇവൻ എന്തോ മനസ്സിൽ കണ്ടുകൊണ്ടാണ്. അപ്പോൾ ഇർഫാൻ ഉച്ചത്തിൽ വിളിച്ചു. കാവേരി ചേച്ചി.
വാതിൽ തുറന്നോളൂ, നിങ്ങളെ അതിഥികളെ കാണണ്ടേ? അടുത്ത നിമിഷം വാതിൽ തുറക്കപ്പെട്ടു. അകത്ത് കാവേരിയും മകളും മാത്രമായിരുന്നില്ല, വാസുദേവ പണിക്കരും കുടുംബവും ഉണ്ടായിരുന്നു. എല്ലാവരെയും കണ്ടതോടെ ശശാങ്കൻ വിളറിപ്പോയി. ശശാങ്ക, കാവേരി പല്ല് കടിച്ചുകൊണ്ട് സിറ്റൗട്ടിലേക്ക് ഇറങ്ങി വന്നു. നാട് വിട്ടു പോന്നിട്ടും നീയൊന്നും ഞങ്ങളെ വെറുതെ വിട്ടത്തില്ല അല്ലേ? ശശാങ്കൻ മിണ്ടിയില്ല. കാവേരി ചീറി. എൻ്റെ മകനെയും ഭർത്താവിനെയും എൻ്റെ അച്ഛനെ പോലെ ഞാൻ സ്നേഹിച്ചിരുന്ന ഭർത്തൃപിതാവിനെയും നീയൊക്കെ കൊന്നു. എക്കാലം വിജയിക്കാൻ ആർക്കും കഴിയില്ലടാ. അതിൻ്റെ തുടക്കമാ നിന്റെ ഈ പരാജയം. എടീ, അസ്വസ്ഥതയോടെ ശശാങ്കൻ ഗർജിച്ചു. മിണ്ടിപ്പോകരുത്. കാവേരി അയാളുടെ മുഖത്തിന് നേർക്ക് കൈ ചൂണ്ടി. ഇവിടെ നാവനക്കാൻ നീ തുനിഞ്ഞാൽ. അവർ ഇർഫാൻ മുഹമ്മദിൻ്റെ നേർക്കു തിരിഞ്ഞു. അതിഥികളെ സൽക്കരിക്കാതെ വിടല്ലേ സാറേ? ഒരിക്കലുമില്ല. ചേച്ചി തിരക്കി വന്നതല്ലേ, ചേച്ചി തന്നെ ആദ്യം സൽക്കരിക്കേ. ശശാങ്കന് ചിന്തിക്കാനുള്ള നേരം പോലും കിട്ടിയില്ല. അതിനു മുമ്പ് കാവേരി അയാളുടെ കവിളിൽ ആഞ്ഞടിച്ചു. പട്ടി, കുറെ കാലമായി നിനക്ക് വേണ്ടി കരുതി വെച്ചിരുന്നാടാ ഇത് ഞാൻ. പെട്ടെന്ന് തമ്പി അവർക്ക് നേരെ കൊടുവാൾ ഓങ്ങി. നോ! ഇർഫാൻ മുഹമ്മദ് മുന്നോട്ട് കുതിച്ചു. ശശാങ്കൻ്റെ നെഞ്ചിൽ പിസ്റ്റളിൻ്റെ ബാരൽ കുത്തി. നിന്റെ ഗുണ്ടകളുടെ കയ്യിലിരിക്കുന്ന ഈ കളിക്കോപ്പുകളുണ്ടല്ലോ, ഒന്നില്ലാതെ ഇടതയുടെ. ശശാങ്കൻ പ്രതിരോധിച്ചില്ല. ഇർഫാൻ്റെ മുഖം ചുവന്നു. നിന്നെ കൊന്നേക്കട്ടടാ. പിന്നെ നിന്റെ ശവം പോലും കണ്ടെത്താൻ ഒറ്റയാൾക്കും കഴിയില്ല. അത് വേണോ? അയാളുടെ കൈവിരൽ ട്രിഗറിലേക്ക് തെന്നി നീങ്ങി. എൻ്റെ ബാപ്പയോട് നീ ചെയ്തതിന് പകരം നിന്റെ പ്രാണൻ ഞാനിങ്ങെടുക്കട്ടെ. ശശാങ്കൻ ശരിക്കും ഭയന്നു. അയാൾ തിരിഞ്ഞ് തമ്പിക്ക് കണ്ണുകൊണ്ട് ഒരടയാളം കൊടുത്തു. ഗുണ്ടകൾ ആയുധങ്ങൾ മുറ്റത്തേക്കിട്ടു. ഇനി നിങ്ങൾ റോഡിലേക്ക് പോ, ഇർഫാൻ കൽപ്പിച്ചു. അവിടെ കൂടിയ ജനങ്ങൾ ഇരുവശത്തേക്ക് മാറി. കാവേരിയെ രൂക്ഷമായി ഒന്ന് നോക്കി. ശശാങ്കൻ ആദ്യം നടന്നു, പിന്നാലെ മറ്റുള്ളവരും. ഇർഫാൻ ഒരു വിസിലടിച്ചു. ആ നിമിഷം ജനങ്ങൾ കുറുവടിക്ക് അടിത്തുടങ്ങി ഇരുവശത്തു നിന്ന്. ഇനിമേലിൽ നിന്റെയൊന്നും നിഴൽ പോലും ഈ മണ്ണിൽ വീണക്കരുത്, കേട്ടോടാ. നിലവിളിച്ചുകൊണ്ട് ശശാങ്കനും സംഘവും വാഹനങ്ങൾക്കരികിലേക്ക് ഓടി. അവിടെ ഡ്രൈവർ പതുങ്ങി നിൽക്കുന്നു. വാഹനങ്ങളുടെ ഗ്ലാസുകൾ തല്ലി തകർക്കപ്പെട്ടിരിക്കുന്നു. ബോഡിയിലാകെ ചുളുക്കം. പിന്നാലെ ജനങ്ങൾ ഇരമ്പിപ്പാഞ്ഞു വരുന്നുണ്ടായിരുന്നു. അവർ റേഞ്ച് റോവറിലും TUVയിലും ചാടിക്കയറി. സീറ്റുകളിൽ മുത്തുമണികൾ പോലെ ചില്ലുകളായിരുന്നു. ഒന്നും ശ്രദ്ധിച്ചില്ല. വാഹനങ്ങൾ വന്ന വഴിയെ തിരിച്ചു പാഞ്ഞു. ക്രൂരമായ ഒരു ആനന്ദത്തോടെ ഇർഫാൻ മുഹമ്മദ് അത് നോക്കി നിന്നു. കയ്യിൽ കിട്ടിയ ശത്രുവിനെ വിട്ടുകളഞ്ഞതിൽ തെല്ലും കുറ്റബോധം തോന്നിയില്ല അയാൾക്ക്. ഇത്രയും ജനങ്ങളുടെ മുന്നിൽ വെച്ച് താൻ ശശാങ്കനെ കൊന്നാൽ അത് ശരിയാവില്ല. ക്രൂരമായ ഒരന്ത്യമാണ് അവൻ അർഹിക്കുന്നത്. അയ്യോ അമ്മേ! പെട്ടെന്ന് കാവേരിയുടെ വീട്ടിൽ നിന്ന് ഒരു നിലവിളി. ഇർഫാൻ മുഹമ്മദ് അടക്കം എല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞു. ശശാങ്കനെയും മറ്റും ഓടിച്ചുകൊണ്ട് എല്ലാവരും റോഡിലേക്ക് പോന്നിരുന്നു. സാറേ, ഇർഫാൻ സാറേ! പിന്നെ കേട്ടത് ഒരു കൂട്ടക്കരച്ചിൽ. അയാൾ അവിടേക്ക് കുതിച്ചു. ജനങ്ങൾ പിന്നാലെ. മുറ്റത്തെത്തിയപ്പോൾ ആ നടുക്കുന്ന കാഴ്ച കണ്ടു. ശിരസ് പൊട്ടി ചോര ഏൽപ്പിച്ചുകൊണ്ട് മുറ്റത്ത് കിടന്ന് പിടയുന്ന വാസുദേവ പണിക്കർ. എന്തുണ്ടായി? ഒരുപാട് കണ്ണങ്ങളിൽ നിന്ന് ഒരുപോലെ ആ ചോദ്യം ഉയർന്നു. കുസുമത്തിനും പ്രത്യക്ഷയ്ക്കും മറുപടി പറയാനായില്ല. അവർ വിലാപത്തോടെ വാസുദേവ പണിക്കരുടെ അരികിലിരുന്നു. അമ്മ, അമ്മ! ദക്ഷിണ ഇരുട്ടിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് നിന്ന് വിറച്ചു. കഥ തുടരും.